الله 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 يا مولا الله 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 يا مولا الله 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 تنبغى يرقود إلى متى الجمود فهذه دار جمع يفنى ولا يبيد الله 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 الله. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين، أما بعد، فقد قال الله سبحانه وتعالى في قرآنه المجيد: أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله وكونوا مع الصادقين. صدق الله العلي العظيم. فقد قال النبي صلى الله عليه وسلم: العلماء ورثة الأنبياء، شفيعنا رسول الله. لو نلت علما لنلت العز قد رحلت إليك من كل مصر خل أنفلله، يسعى إلى مثمر من كل أمكنة طير وليس إليها الخط والرسل. ഏറ്റവും പ്രിയം നിറഞ്ഞ പണ്ഡിതന്മാരെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, അല്ലാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹം കൊണ്ട് നാം ഇവിടെ ഒരുമിച്ചുകൂടി. ഇതുപോലെ നാളെ അവന്റെ സ്വർഗീയ ലോകത്തോ ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം ഒരുമിച്ചുകൂടാൻ നാഥനായ റബ്ബോ നമുക്കേവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പത്തായക്കല്ല് എന്ന പ്രദേശത്ത് അഹ്ലുസുന്നയുടെ വിശദീകരണം ഇത് രണ്ടാം തവണയാണ്. ഇന്ന് സുന്നത്ത് ജമാഅത്തിന് വേണ്ടി സധൈര്യം മുന്നോട്ട് ഗമിക്കുന്ന മഹാനായ ഖമറുൽ ഉലമ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരെ കുറിച്ചും ആ ബഹുവന്ദ്യനായ പണ്ഡിതൻ കേരളക്കരയിൽ നടത്തുന്ന സ്തുത്യർഹമായ പ്രവർത്തനങ്ങളെക്കുറിച്ചും വളരെ മോശമായിക്കൊണ്ട് ഈ പ്രദേശത്ത് ചില ആളുകൾ ചിത്രീകരിക്കുകയുണ്ടായി. എന്തിനാണ് സമസ്ത നിലകൊള്ളുന്നത്, ആരാണ് കാന്തപുരം എന്ന വിഷയത്തെക്കുറിച്ച് ഏതാനും കാര്യങ്ങൾ നിങ്ങളോട് സംവദിക്കാൻ ഞാൻ ഉദ്ദേശിക്കുകയാണ്. നാം ജീവിക്കുന്ന ഭൂമി ലോകത്ത് ഇന്ന് ഒരുപാട് മതങ്ങളും ഒരുപാട് പ്രത്യയ ശാസ്ത്രങ്ങളും ഒരുപാട് ഇസങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ മാനവീക ലോകത്തെ മുഴുവനും മാർഗദർശനത്തിന്റെ മലർവനിയിലേക്ക് മാടി വിളിക്കുകയും വിജയത്തിന്റെ വിഹായസിലേക്ക് ജനമനസ്സുകളെ കൊണ്ടെത്തിക്കുകയും ചെയ്യുന്ന ഒരേ ഒരു മതം, അത് വിശുദ്ധമായ ദീനുൽ ഇസ്ലാം മാത്രമാണ്. യുഗാന്തരങ്ങൾ പിന്നിട്ടിട്ടും ഒരു യുവാവിന്റെ പ്രസരിപ്പോടെ
ഇന്നും ഭൂമിലോകത്ത് ജ്വലിച്ചു നിൽക്കുന്ന വിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ മഹിതമായ പ്രബോധനം നടത്തിയത് മുൻഗാമികളായ പ്രവാചകന്മാരായിരുന്നു. മഹാനായ സയ്യിദുന ആദം നബി അലൈഹിസ്സലാം മുതൽ തുടക്കം കുറിക്കുന്ന ഐതിഹാസികമായ പ്രവാചക ശൃംഖലയുടെ സമാപനം കുറിച്ച നമ്മുടെ നേതാവായ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെയുള്ള മുഴുവൻ പ്രവാചകന്മാരും ഇവിടെ പ്രബോധനം ചെയ്തത് വിശുദ്ധമായ ദീനുൽ ഇസ്ലാമാണ്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ വിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന് വേരോട്ടം ലഭിച്ച ഒരു ഭൂമിയാണ് ഇന്ത്യ രാജ്യം, വിശിഷ്യ കേരളക്കര. പ്രവാചകന്റെ സച്ചരിതരായ സ്വഹാബത്തുൽ കിറാം ആർത്തലച്ചുലച്ചെടുക്കുന്ന അറബിക്കടലിന്റെ തിരമാലകളെ വകഞ്ഞുമാറ്റി കെട്ടിയുണ്ടാക്കിയ പായക്കപ്പലിൽ ഉപ്പുവെള്ളവും കുടിച്ച് ഇന്ത്യ രാജ്യത്തിന്റെ മണ്ണിലേക്കോ കേരളക്കരയിലേക്കോ ഇസ്ലാമിന്റെ മഹിതമായ പ്രബോധനവുമായി കടന്നു വരികയുണ്ടായി. അങ്ങനെ ഇന്ത്യ രാജ്യത്തിന്റെ മണ്ണിൽ ആദ്യമായി പണിതുയർത്തിയ മസ്ജിദോ തൃശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ ചേരമാൻ ജുമാ മസ്ജിദ് എന്ന മഹത്തായ മസ്ജിദാണ്. അക്കാലഘട്ടത്തിൽ തന്നെ കേരളക്കരയിൽ 10ഓളം വരുന്ന പള്ളികൾ പ്രവാചകന്റെ അനുചരന്മാർ ഇവിടെ നിർമ്മിക്കുകയുണ്ടായി. കാസർഗോഡ് ജില്ലയിലെ മാലിക് ദീനാർ മസ്ജിദും കണ്ണൂരിലെ മാടായി പള്ളിയും ശ്രീകണ്ഠപുരം ജുമാ മസ്ജിദും കോഴിക്കോട് ജില്ലയിലെ ചാലിയത്തിനടുത്ത് പുഴക്കര പള്ളിയും ഇപ്രകാരം 10ഓളം വരുന്ന പള്ളികൾ മഹാനായ പ്രവാചകന്റെ അനുചരന്മാർ ഈ കേരളക്കരയിൽ നിർമ്മിച്ചു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ആ കാലഘട്ടങ്ങൾക്ക് ശേഷം പിന്നീട് ഇന്ത്യ രാജ്യത്തിന്റെ പവിത്രമായ ഭൂമികയെ പിടിച്ചടക്കാനായി വെളുത്ത തൊലിയുടെയും കറുത്ത ഹൃദയത്തിന്റെയും വക്താക്കളായ ബ്രിട്ടീഷ് കിങ്കരന്മാർ ഈ ഭാരതാംബയുടെ വിരിമാറിലേക്ക് കടന്നു വരികയുണ്ടായി. സ്വഹാബത്തുൽ കിറാമിൽ നിന്നും മതം പഠിച്ച മഹാരഥന്മാരായ മുൻഗാമികൾ ബ്രിട്ടീഷ് കിങ്കരന്മാരുടെ തീതുപ്പുന്ന വെടിയുണ്ടകൾക്ക് മുന്നിൽ വിരിമാറി കാണിച്ച് കടന്നു ചെന്നു. നമുക്കറിയാം, മഹാനായ കുത്തുബുസ്സമാൻ മമ്പുറം സയ്യിദ് അലവി തങ്ങളെപ്പോലെ, വാരിയം കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയെപ്പോലെ, കുഞ്ഞാലി മരക്കാരെ പോലെ, ടിപ്പു സുൽത്താനെ പോലെയുള്ള ധീരരായ മതപണ്ഡിതന്മാർ ബ്രിട്ടീഷ് കിങ്കരന്മാരുടെ തീതുപ്പുന്ന വെടിയുണ്ടകൾക്ക് മുന്നിൽ വിരിമാറി കാണിച്ച് കടന്നു ചെന്നുകൊണ്ട് അവർ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പടപൊരുതുകയുണ്ടായി. പ്രിയപ്പെട്ടവരെ, ഒന്നാമതായി ബ്രിട്ടീഷുകാരുടെ മുന്നിൽ നിന്നവർ വിളിച്ചു പറഞ്ഞത്, ഒന്നാമതായി ഞങ്ങൾ മുസ്ലിമീങ്ങളാണ്, രണ്ടാമതായി ഞങ്ങൾ ഇന്ത്യക്കാരാണ്, അതുകൊണ്ട് ഈ ഇന്ത്യ രാജ്യത്തിന്റെ ഭൂമികയെ പിടിച്ചടക്കാൻ ഞങ്ങൾ സമ്മതിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിം നാമധാരികളായ ഇസ്ലാമിൽ മെമ്പർഷിപ്പുള്ള മഹാരഥന്മാരായ പണ്ഡിതന്മാരാണ് ബ്രിട്ടീഷ് കിങ്കരന്മാർക്കെതിരെ ശക്തമായ പോരാട്ടം ഈ കേരളക്കരയിൽ ഈ ഇന്ത്യ രാജ്യത്തിന്റെ മണ്ണിൽ നടത്തിയത്. അങ്ങനെ മഹാരഥന്മാരായ പണ്ഡിതന്മാർ ഒറ്റക്കെട്ടായിക്കൊണ്ട് ഈ രാജ്യത്തിന്റെ മണ്ണിൽ പോരാട്ടം നടത്തിയപ്പോൾ ബ്രിട്ടീഷ് കിങ്കരന്മാർക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കാതെ പിന്തിരിഞ്ഞോടേണ്ട ഒരു അവസ്ഥയുണ്ടായി. ബ്രിട്ടീഷുകാർ ഈ രാജ്യത്തിന്റെ മണ്ണിൽ വന്നപ്പോൾ പാവപ്പെട്ട മനുഷ്യമക്കളെ ക്രൂരമായി ഈ രാജ്യത്തിന്റെ മണ്ണിൽ കൊന്നൊടുക്കുകയുണ്ടായി. നമുക്കറിയാം, 920-കൾക്ക് ശേഷം ഈ രാജ്യത്തിന്റെ മണ്ണിൽ മലബാർ കലാപം എന്ന പേരിൽ ഒരു കലാപം പൊട്ടിപ്പുറപ്പെട്ടു. ഈ അവസരത്തിൽ പാവപ്പെട്ട മാപ്പിള മക്കളെ മുഴുവനും മലബാർ കലാപത്തിന്റെ മുന്നിലേക്ക് വലിച്ചെറിഞ്ഞ ഒരു വ്യക്തിയാണ് അന്ന് മുസ്ലിം പണ്ഡിതനായി ചമന്ന KM മൗലവി എന്നറിയപ്പെടുന്ന മാന്യദേഹം. ഈ KM മൗലവി എന്നറിയപ്പെടുന്ന മാന്യദേഹമാണ് പാവപ്പെട്ട മലബാറിലുള്ള നിഷ്കളങ്കരായ മുസ്ലിമീങ്ങളെ മുഴുവനും ബ്രിട്ടീഷുകാരുടെ തീതുപ്പുന്ന വെടിയുണ്ടകൾക്ക് മുന്നിലേക്ക് വലിച്ചെറിഞ്ഞു കൊടുത്തിട്ട് അദ്ദേഹം മലബാറിന്റെ മണ്ണിൽ നിന്ന് നാടുകടക്കുകയുണ്ടായി. തിരൂരങ്ങാടിയിൽ നിന്നും ബ്രിട്ടീഷുകാർ പിടികൂടുമെന്ന് കണ്ടപ്പോൾ സാക്ഷാൽ തയ്യിൽ മുഹമ്മദ് മൗലവി, പിന്നീട് കാത്തിബ് മുഹമ്മദ് മൗലവി എന്ന പേര് മാറ്റിക്കൊണ്ട് തിരുവിതാംകൂറിലേക്ക് കൊടുങ്ങല്ലൂരിലേക്ക് കടന്നു വരികയുണ്ടായി. പ്രിയപ്പെട്ടവരെ, ഈ KM മൗലവി എന്നറിയപ്പെടുന്ന വ്യക്തി ബ്രിട്ടീഷ് പട്ടാളത്തിന് പിടികൊടുക്കാതെ കൊടുങ്ങല്ലൂരിലേക്ക് നാടുകടക്കുകയും ആ ഒളിച്ചു താമസത്തിനിടയിലാണ് അദ്ദേഹം ഈ രാജ്യത്തിന്റെ മണ്ണിലുള്ള പ്രിയപ്പെട്ട മുസ്ലിം സമൂഹത്തെ ഒന്നടങ്കം വേദനിപ്പിക്കുന്ന രീതിയിൽ ഐക്യസംഘം എന്ന പേരിൽ ഒരു പ്രസ്ഥാനത്തിന് രൂപം നൽകുന്നത്, ജന്മം നൽകുന്നത്. അദ്ദേഹത്തിന്റെ പുസ്തകമാണിത്.
KM മൗലവി ജീവചരിത്രം KK മുഹമ്മദ് അബ്ദുൽ കരീം എഴുതിയ ഈ പുസ്തകത്തിന്റെ ആമുഖത്തിൽ തന്നെ അദ്ദേഹത്തിനെ കുറിച്ച് പറയുന്നു, KM മൗലവി സാഹിബ് അവർകൾ പോലീസിനും പട്ടാളത്തിനും പിടികൊടുക്കാതെ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ബ്രിട്ടീഷ് മലബാറിൽ നിന്ന് രക്ഷപ്പെട്ടു. കൊടുങ്ങല്ലൂരിലെ മുസ്ലിം പൗരപ്രധാനികളായിരുന്നു അദ്ദേഹത്തിനും കൂട്ടുകാർക്കും അഭയം നൽകിയിരുന്നത്. ഒളിവിലായിരുന്ന കാലത്ത് ജനാബ് KM മൗലവി സാഹിബ് തിരുവച്ചി പ്രദേശങ്ങളിൽ യഥേഷ്ടം സഞ്ചരിക്കാറുണ്ടായിരുന്നു. മൗലവി സാഹിബിന്റെ കൊടുങ്ങല്ലൂർ താമസക്കാലത്താണ് കേരള മുസ്ലിം ഐക്യസംഘം സ്ഥാപിക്കപ്പെട്ടത്. അപ്പോൾ 1921 കാലഘട്ടത്തിൽ സാക്ഷാൽ KM മൗലവി എന്നറിയപ്പെടുന്നയാള് ഐക്യസംഘം എന്ന പേരിൽ പുതിയൊരു സംഘത്തിന് ഈ കേരളക്കരയിൽ ജന്മം നൽകി. അപ്പോഴാണ് നമ്മുടെ മുൻഗാമികളായ സച്ചരിതരായ മഹാരഥന്മാർ, പണ്ഡിതന്മാർ ശക്തമായി രംഗത്തിറങ്ങി എന്തിനാണ് ഈ കേരളത്തിന്റെ മണ്ണിൽ ഒറ്റക്കെട്ടായി ഐക്യത്തോടുകൂടി മുന്നേറുന്ന മുസ്ലിം സമൂഹത്തിനിടയിൽ ഐക്യസംഘമെന്ന പുതിയ ഒരു പേരിൽ ഒരു പ്രസ്ഥാനമെന്ന് അക്കാലഘട്ടത്തിലുള്ള പണ്ഡിതന്മാർ ശക്തമായി പറയുകയും അങ്ങനെ 1924 ശേഷം 1925 കോഴിക്കോട് വലിയ ജുമാഅത്ത് പള്ളിയിൽ വെച്ച് കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന സംഘടനയ്ക്ക് രൂപം നൽകി. പിന്നീട് 1926 കോഴിക്കോട് ടൗൺ ഹാളിൽ വെച്ച് ബഹുമാനപ്പെട്ട സയ്യിദ് ശിഹാബുദ്ദീൻ ചെറുകുഞ്ഞിക്കോയ തങ്ങളുടെ അധ്യക്ഷതയിൽ മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങൾ പ്രസിഡന്റായിക്കൊണ്ട് പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ ജനറൽ സെക്രട്ടറി ആയിക്കൊണ്ട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന ഒരു പ്രസ്ഥാനത്തിനോ ഈ രാജ്യത്തിന്റെ മണ്ണിൽ ജന്മം നൽകി. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എന്തിനാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഈ രാജ്യത്തിന്റെ മണ്ണിൽ മഹാരഥന്മാരായ അക്കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന തലമുതിർന്ന പണ്ഡിതന്മാരെ രൂപീകരിച്ചത് എന്ന് മറുവിഭാഗം സമസ്തക്കാര് പുറത്തിറക്കിയ വെല്ലുവിളികൾ അതിജയിച്ച സമസ്തയും സുന്നി വിദ്യാർത്ഥി സംഘടനയുമെന്ന ഈ പുസ്തകത്തിൽ നമുക്ക് വളരെ വ്യക്തമായി കാണാൻ സാധിക്കും. എന്തിനാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ രൂപീകരിച്ചത്? പ്രിയപ്പെട്ടവരെ, ഈ പുസ്തകത്തിന്റെ 8ാമത്തെ പേജിൽ പറയുന്നു സമസ്തയുടെ പ്രവർത്തനങ്ങൾ. അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ മഹത്തായ ആശയങ്ങളും ആദർശങ്ങളും സംരക്ഷിച്ച് നിലനിർത്താനും പ്രചരിക്കുവാനുമായി രൂപം കൊണ്ട സംഘടനയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. സമസ്തക്ക് മഹത്തായ ഒരു ഭരണഘടനയുണ്ട്. അതനുസരിച്ച് സമസ്ത പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ 73 വർഷക്കാലത്തെ സമസ്തയുടെ ചരിത്രത്തിൽ കേരളത്തിലെ മതരംഗം, വിശിഷ്യ ആദർശരംഗത്തും മതവിദ്യാഭ്യാസ രംഗത്തും ശോഭനമായ പ്രവർത്തനം നടത്താൻ സമസ്തയ്ക്ക് സാധിച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ പുസ്തകത്തിൽ തന്നെ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുക. അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് എന്ന യഥാർത്ഥ ഇസ്ലാമിനെ വള്ളിപുള്ളി വ്യത്യാസമില്ലാതെ ആചരിച്ചും പ്രചരിപ്പിച്ചും നിലനിർത്തുക. പ്രസ്തുത ആശയത്തിന്റെ എതിരാളികളെ ആശയപരമായി പ്രതിരോധിക്കുക. വിദ്യാഭ്യാസ പുരോഗതിക്ക് പരിശ്രമിക്കുക. മുസ്ലിം സമൂഹത്തിന്റെ അവകാശ അധികാരങ്ങൾ സംരക്ഷിക്കുക തുടങ്ങിയവയാണ് സമസ്തയുടെ ലക്ഷ്യങ്ങളിൽ പ്രധാനപ്പെട്ടതെന്ന് ഭരണഘടന വ്യക്തമാക്കുന്നു. സമസ്തയുടെ രൂപീകരണ കാലം മുതൽ ബഹുവന്യരായ പണ്ഡിതന്മാർ ഊർജിതമായ പ്രവർത്തനങ്ങളുമായി മുന്നേറി. പുത്തംവാദികൾ എവിടെയെല്ലാം അവരുടെ നൂതനവാദങ്ങളുടെ മാറാ പഴിക്കുന്നുവോ അവിടെയെല്ലാം തൽക്ഷണം ഓടിയെത്തി ജനങ്ങൾക്ക് സത്യത്തിന്റെ സന്ദേശം എത്തിച്ചുകൊണ്ടേയിരുന്നു. സമസ്തയുടെ ഭരണഘടനയിലെ 1ാമത്തെ ലക്ഷ്യം തന്നെ ഇങ്ങനെയാണ്. എങ്ങനെ? പുത്തംവാദികൾ എവിടെയെങ്കിലും പരിപാടി സംഘടിപ്പിച്ചാൽ ഉടനടി അതിന് ശക്തമായ മറുപടി നൽകുക. ഇതാണ് സമസ്തയുടെ ഭരണഘടനയിലെ 1ാമത്തെ ലക്ഷ്യമെന്ന് മറുവിഭാഗം സമസ്തക്കാര് പുറത്തിറക്കിയ വെല്ലുവിളികൾ അതിജയിച്ച സമസ്തയും സുന്നി വിദ്യാർത്ഥി സംഘടനയുമെന്ന ഈ പുസ്തകത്തിന്റെ 8-9 പേജുകളിൽ നമുക്ക് വളരെ വ്യക്തമായി കാണാൻ സാധിക്കും. സുന്നി യുവജന സംഘം കേരള മുസ്ലിങ്ങളുടെ ആധികാരിക സംഘടനയായ സമസ്തക്ക് ശക്തി പകരുന്നതിനും യുവസമൂഹത്തെ സുന്നത്ത് ജമാഅത്തിന്റെ പാതയിൽ ഉറപ്പിച്ചു നിർത്തുന്നതിനും അതിന്റെ സന്ദേശങ്ങൾ ജനങ്ങൾക്ക് എത്തിക്കുന്നതിനും ഒരു സംഘടന അനിവാര്യമാണെന്ന്
സമസ്തയുടെ നേതാക്കൾ മനസ്സിലാക്കി. 1954 ഏപ്രിൽ 25 മർഹൂം ശൈഖ് ആദം ഹസ്രത്തിന്റെ അധ്യക്ഷതയിൽ താനൂരിൽ ചേർന്ന സമസ്തയുടെ 20ാം വാർഷിക സമ്മേളനത്തിൽ സമസ്തയുടെ സെക്രട്ടറിയായിരുന്ന പറവണ്ണ മുഹിയുദ്ദീൻ കുട്ടി മുസ്ലിയാർ, പതി അബ്ദുൽ ഖാദർ മുസ്ലിയാരും ഈ വിഷയം ഊന്നി പറഞ്ഞു. പ്രസ്തുത സമ്മേളനത്തിൽ വെച്ച് തന്നെ സമസ്ത കേരള സുന്നി യുവജന സംഘം രൂപീകരിച്ചു. എന്തിനാണ് സുന്നി യുവജന സംഘം രൂപീകരിച്ചത്? സമസ്തക്ക് ബലം നൽകുവാൻ, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാനാണ് സുന്നി യുവജന സംഘം രൂപീകരിച്ചത്. അല്ലാതെ നാടുകളിലും ഗ്രാമാന്തരങ്ങളിലും നഗരാന്തരങ്ങളിലും കടന്നു വന്നിട്ട് കൂലിപ്രഭാഷകന്മാരെ കൊണ്ട് മറ്റുള്ള പണ്ഡിതന്മാരുടെ പച്ചമാംസം കൊത്തുവലിക്കാനല്ല സമസ്ത രൂപീകരിച്ചത്, സുന്നി യുവജന സംഘം രൂപീകരിച്ചത്. പ്രിയപ്പെട്ടവരെ, സുന്നത്ത് ജമാഅത്തിന് വേണ്ടി ശക്തമായി ശബ്ദിക്കുക, അതിനുവേണ്ടിയാണ് ഈ പ്രസ്ഥാനങ്ങൾ, ഈ സംഘടനകൾ രൂപീകരിച്ചത് എന്ന് മറുവിഭാഗം സമസ്തക്കാരുടെ തന്നെ സ്വന്തം പുസ്തകത്തിൽ പച്ച മലയാളത്തിൽ എഴുതിവിട്ടിട്ടുണ്ട്. ഇനി കഴിഞ്ഞില്ല പ്രിയപ്പെട്ടവരെ, ഇനി 1973 ഏപ്രിൽ മാസം 29-ാം തീയതിയാണ് കേരള സ്റ്റേറ്റ് സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ SSF രൂപീകരിച്ചത്. എവിടെയാണ് SSF രൂപീകരിച്ചത്? ഇത് പട്ടിക്കാട് ജാമിയ നൂരിയ അറബിക് കോളേജിന്റെ സിൽവർ ജൂബിലി പതിപ്പ്, അൽ മുനീർ സിൽവർ ജൂബിലി പതിപ്പ്. ഈ പുസ്തകത്തിന്റെ 155-ാമത്തെ പേജിൽ നമുക്ക് കാണാൻ സാധിക്കും SSF നൂറുൽ ഉലമയുടെ സന്തതി. SSF പട്ടിക്കാട് ജാമിയ നൂരിയ അറബിക് കോളേജിലെ ശരീഅത്ത് വിദ്യാർത്ഥി സംഘടനയായ നൂറുൽ ഉലമയുടെ സന്തതിയാണ് SSF. കേട്ടോളൂ, മതഭൗതിക വിദ്യാർത്ഥികൾ ഒരേ ദിശയിലൂടെ ചലിക്കണം, ഒരു കൊടിക്കീഴിൽ അണിനിരന്ന് മുസ്ലിം യുവതയെ ഒന്നിക്കണം, ആത്മീയതയും ഭൗതികതയും സമന്വയിച്ച് നീങ്ങണം. അതിന് ഒരു സംഘടന രൂപീകരിച്ച് ശക്തമായ പ്രവർത്തനം നടത്തുക, യുവാക്കളിൽ ധർമ്മചിന്ത വളർത്താൻ പരമാവധി ശ്രമിക്കുക, സംഘടനയുടെ ലക്ഷ്യമാവണം. ഈ സന്ദേശവുമായി നൂറുൽ ഉലമ സാരഥികൾ കോളേജ് പ്രിൻസിപ്പൽ വന്യരായ EK അബൂബക്കർ മുസ്ലിയാരുടെ സന്നിധിയിൽ വിഷയം അവതരിപ്പിച്ചു. ശൈഖുനയുടെ മറുപടി ആവേശഭരിതമായിരുന്നു. ഇത് നിങ്ങൾ മുമ്പേ നോക്കേണ്ടതല്ലേ എന്നായിരുന്നു പ്രതികരണം. അടുത്ത ജാമിയ സമ്മേളനത്തിനോടനുബന്ധിച്ച് ഈ വിദ്യാനികേതിന്റെ വിരിമാറിൽ ഒരു മഹത്തായ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന് ജീവൻ നൽകാനുള്ള തീവ്രയത്ന നയവുമായി നൂറുൽ ഉലമ മുന്നോട്ടു പോയി. നാടിന്റെ നാനാഭാഗത്തും സംഘടനയുടെ ശാഖകൾ പടർന്നു പന്തലിച്ചു. നജ്ദിയൻ തൗഹീദുകാരും മൗദൂദിയൻ ചിന്താഗതിക്കാരും പടുത്തുയർത്തിയ മനക്കോട്ടകൾ തകർന്നടിഞ്ഞു. അകലങ്ങളിലൂടെ ഒഴുകിയ മതഭൗതിക വിദ്യാർത്ഥികളെ SSF എന്ന സംഘടനയിൽ പട്ടുനൂലിൽ കോർത്തിണക്കിയ മുത്തുമണികളെപ്പോലെ ഏകീകരിച്ചു. SSF എന്തിനാണ് രൂപീകരിച്ചത്? പട്ടിക്കാട് ജാമിയ നൂരിയ അറബിക് കോളേജിൽ നിന്ന് പുറത്തിറക്കിയ അൽ മുനീർ സിൽവർ ജൂബിലി പതിപ്പിൽ പറയുന്നു, മൗദൂദിയൻ ചിന്താഗതിക്കാരെയും നജ്ദിയൻ തൗഹീദുകാർക്കുമെതിരെ ശക്തമായ പോരാട്ടം നടത്തുക, അതിനുവേണ്ടിയാണ് SSF രൂപീകരിച്ചത് എന്ന് പട്ടിക്കാട് കോളേജിന്റെ സുവനീറിൽ പറയുമ്പോൾ മറുഭാഗം സമസ്തക്കാര് പുറത്തിറക്കിയ ഈ പുസ്തകത്തിലും അത് തന്നെ തുറന്നെഴുതുന്നു. SSF എവിടെയാണ് രൂപീകരിച്ചത് എന്ന് ഈ പുസ്തകത്തിന്റെ 19-ാമത്തെ പേജിൽ മുസ്ലിം മതഭൗതിക വിദ്യാർത്ഥികളെ ഒരേ ചരടിൽ കോർത്തിണക്കി സുന്നത്ത് ജമാഅത്തിന്റെ വൃത്തത്തിലായി ഒരു വിദ്യാർത്ഥി സംഘടന വേണമെന്നുള്ള ആവശ്യങ്ങൾ 1970 കാലങ്ങളിലാണ് ഉയർന്നു വന്നത്. 1973 സമസ്തയുടെ അംഗീകൃത കോളേജായ പട്ടിക്കാട് ജാമിയ നൂരിയയിൽ വെച്ച് ഒരു വിദ്യാർത്ഥി സംഘടനക്ക് രൂപം നൽകി. അതാണ് കേരള സ്റ്റേറ്റ് സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ എന്ന വെല്ലുവിളികൾ അതിജയിച്ച് സമസ്തയും സുന്നി വിദ്യാർത്ഥി സംഘടനയുമെന്ന ഈ പുസ്തകത്തിന്റെ 19-ാമത്തെ പേജിൽ നമുക്ക് കാണാൻ സാധിക്കും. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വന്നത് ഇപ്രകാരം മഹത്തായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയും സുന്നി യുവജന സംഘവും SSFും
കേരളത്തിന്റെ മണ്ണിൽ രൂപീകരിച്ചത് അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ മഹത്തായ ആശയങ്ങളെ തച്ചു തരിപ്പണമാക്കാനായി കടന്നു വരുന്ന നവീനവാദികൾക്കെതിരെ ശക്തമായ പോരാട്ടം നടത്തുന്നതിന് വേണ്ടിയാണ് ഈ മഹത്തായ സംഘടനകൾ കേരളത്തിന്റെ മണ്ണിൽ രൂപീകരിച്ചതെങ്കിൽ ഇനി നമുക്ക് കാണാൻ സാധിക്കും മറുഭാഗത്ത് ഒരു സംഘടന SSFന്റെ മുന്നിൽ മറ്റ് രണ്ടക്ഷരങ്ങൾ കൂട്ടിച്ചേർത്ത് ഒരു സംഘടനയ്ക്ക് ജന്മം നൽകി. SKSSF എന്ന പേരിൽ അറിയപ്പെടുന്ന സംഘടന എന്തിനാണ് കേരളക്കരയിൽ രൂപീകരിച്ചത്? പ്രിയപ്പെട്ടവരെ, വളരെ പച്ച മലയാളത്തിൽ മറുഭാഗം സമസ്തക്കാരുടെ പുസ്തകത്തിൽ നിന്ന് തന്നെ ഞാൻ വായിച്ചു കേൾപ്പിച്ചു. സുന്നത്ത് ജമാഅത്ത് സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് സമസ്തയും സുന്നി യുവജന സംഘവും SSFുമെല്ലാം പ്രവർത്തിക്കുന്നത്. മറിച്ച് SKSSF എന്തിനാണ് പ്രവർത്തിക്കുന്നത്? ഇത് മറുഭാഗം സമസ്തക്കാരുടെ വാദീനൂർ സുവനീർ 99 പേജ് 93. ഇതിൽ നമുക്ക് കാണാം നേരത്തെ ചർച്ചകൾ, പുതിയ ആശയത്തെ അനുകൂലിച്ചും പ്രതികൂലിച്ചുമൊക്കെയുള്ള അഭിപ്രായങ്ങൾ. SSFനെതിരെ കേരളത്തിലെ യോജിക്കാവുന്ന എല്ലാ വിദ്യാർത്ഥികളെയും സംഘടിപ്പിച്ച് ഒരു പുതിയ സുന്നി വിദ്യാർത്ഥി സംഘടന രൂപീകരിക്കുക. കോളേജ് ഓഫീസിലെത്തിയപ്പോൾ മുക്കം ഉമർ ഫൈസിയും AV അബ്ദുറഹ്മാൻ മുസ്ലിയാരെയും കണ്ടു. യോഗ തീരുമാനം അറിയിച്ചപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ കഴിഞ്ഞാൽ ഈ സമുദായത്തിന് നൽകുന്ന ഏറ്റവും വലിയ ഒരു ഉപകാരമായിരിക്കും അത് എന്നായിരുന്നു അവരുടെ പ്രതികരണം. ശംസുൽ ഉലമ പട്ടിക്കാട് കോളേജിൽ വെച്ച് SSF രൂപീകരിച്ചപ്പോൾ പ്രതികരിച്ചത് എന്താണ്? അൽമുനീർ സുവനീർ നിങ്ങളെ നേരത്തെ ഞാൻ വായിച്ചു കേൾപ്പിച്ചു. SSF എന്ന സംഘടന ഇത് നിങ്ങൾ മുമ്പേ നോക്കേണ്ടതായിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് രൂപം നൽകേണ്ട ഒരു സംഘടനയായിരുന്നു. ഇപ്പോൾ മുക്കം ഉമർ ഫൈസിയെ പോലെയുള്ള ആളുകൾ പറയുന്നു, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ കഴിഞ്ഞാൽ എങ്ങനെ SSFനെതിരെ മറ്റൊരു വിദ്യാർത്ഥി സംഘടന ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ ഈ സമുദായത്തിന് നൽകുന്ന ഏറ്റവും വലിയ ഒരു ഉപകാരമായിരിക്കും അത്. SSFനെതിരെ പുതിയൊരു സംഘടനയുണ്ടാക്കുക എന്നത് ഏറ്റവും വലിയ ഉപകാരമായിരിക്കുമെന്ന് വാദീനൂർ സുവനീറിന്റെ 99 വാദീനൂർ സുവനീറിൽ പറഞ്ഞെങ്കിൽ, പ്രിയപ്പെട്ടവരെ, മഹാനായ ശംസുൽ ഉലമ EK അബൂബക്കർ മുസ്ലിയാർക്ക് ഇഷ്ടമായിരുന്നു SKSSF എന്നൊരു സംഘടന രൂപീകരിക്കൽ, SSFനെതിരെ സംഘടന രൂപീകരിക്കൽ മഹാനായ ശംസുൽ ഉലമയ്ക്ക് ഇഷ്ടമായിരുന്നു. ശംസുൽ ഉലമയെ സ്നേഹിക്കുന്നവരുണ്ടെന്ന് പറയുന്നുവെങ്കിൽ ഞാൻ വിനയത്തോടെ പറയട്ടെ, നിങ്ങൾ പ്രസിദ്ധീകരിച്ച ഇതേ മഞ്ഞ പുസ്തകം, ഈ പുസ്തകത്തിൽ തന്നെ ബഹുവന്ദനായ ശംസുൽ ഉലമ പറയുന്നത് എന്താണ് കേട്ടോളൂ. ഈ പുസ്തകത്തിന്റെ 51ാമത്തെ പേജിൽ SSFനെതിരെ മറ്റൊരു വിദ്യാർത്ഥി സംഘടന ഉണ്ടാക്കാനായിരുന്നു നേതാക്കൾ ആലോചിച്ചിരുന്നത്. എന്നാൽ ഇതിനെക്കുറിച്ച് ശംസുൽ ഉലമയോട് അഭിപ്രായം തേടിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, ആര് പറഞ്ഞു? ശംസുൽ ഉലമ പറഞ്ഞു, അത് ശരിയല്ല, അത് ശരിയല്ല. SSF നാം രൂപീകരിച്ച സംഘടനയാണ്. മഹാനായ ശംസുൽ ഉലമ പറഞ്ഞു, SSF നാം രൂപീകരിച്ച സംഘടനയാണ്. അതുകൊണ്ട് SSFനെതിരെ മറ്റൊരു സംഘടന രൂപീകരിക്കരുതെന്ന് ശംസുൽ ഉലമ EK അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞതായിട്ട് നിങ്ങളുടെ സ്വന്തം പുസ്തകത്തിന്റെ 51ാമത്തെ പേജിൽ വളരെ വ്യക്തമായി എഴുതിയെങ്കിൽ, പ്രിയപ്പെട്ടവരെ, പിരിച്ചുവിട്ടോളൂ നിങ്ങളുടെ SKSSF എന്ന സംഘടന. കാരണം ശംസുൽ ഉലമക്ക് പൊരുത്തമില്ലാത്ത സംഘടനയാണ് SKSSF എന്ന് നിങ്ങളുടെ സ്വന്തം പുസ്തകത്തിൽ തന്നെ വളരെ വ്യക്തമായി എഴുതിവിട്ടിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, മഹത്തായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയും
സുന്നി യുവജന സംഘവും SSF-ഉം ശക്തമായി കേരളക്കരയിൽ പോരാട്ടം നടത്തിയപ്പോൾ SSF-നെതിരെ SKSSF രൂപീകരിച്ചെങ്കിൽ മറിച്ച് സമസ്ത രൂപീകരിച്ചതും സുന്നി യുവജന സംഘം രൂപീകരിച്ചതും SSF രൂപീകരിച്ചതും കേരളക്കരയിലുള്ള മൗദൂദി ചിന്താഗതിക്കാരെയും നജ്ദിയൻ തൗഹീദുകാരെയും അഥവാ മുജാഹിദുകാരെയും ശക്തമായി എതിർക്കാനാണ് ഈ മഹത്തായ സംഘടന രൂപീകരിച്ചത്. മഹാനായ ശംസുൽ ഉലമ K അബൂബക്കർ മുസ്ലിയാർ, അതുപോലെ KV കൂറ്റനാട് മുസ്ലിയാർ, അതുപോലെ മഹാനായ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ, ഇവരെയെല്ലാം പച്ച മുശ്രിക്കാണെന്ന് കേരളക്കരയിലുള്ള മുജാഹിദ് പ്രസ്ഥാനക്കാരൻ തുറന്നെഴുതിയിട്ടുണ്ട്. ഇത് 1985 ഡിസംബറിലെ സൽസബീൽ മാസികയാണ്. ഈ സൽസബീലിൽ കാണാൻ സാധിക്കും എന്താണ്? ശവം തിന്നുന്നത് അള്ളാഹു ഹറാമാക്കി, അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ ബലിയറുക്കപ്പെട്ടത് തിന്നലും അള്ളാഹു ഹറാമാക്കി. എന്നാൽ ഇത് രണ്ടും ഒരു കൂട്ടർ ഹലാലാക്കുകയും പിശാചിന്റെ ദുർബോധനം സ്വീകരിച്ച് തർക്കിച്ചുകൊണ്ടിരിക്കുകയും ചെയ്തിരുന്നു. അതുപോലെ തർക്കിച്ചുകൊണ്ടിരിക്കുന്ന കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ, K അബൂബക്കർ മുസ്ലിയാർ, കൂറ്റനാട് മുസ്ലിയാർ പോലെയുള്ളവർ ഇന്നുണ്ടല്ലോ. അങ്ങനെയുള്ള തർക്കക്കാർക്ക് നിങ്ങൾ വഴങ്ങിക്കൊടുത്താൽ നിങ്ങൾ മുശ്രിക്കുകൾ തന്നെ എന്ന് അള്ളാഹു പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിക്കുക. 1985 ഡിസംബർ മാസത്തിലെ മുജാഹിദിന്റെ സൽസബീലിലുള്ളതാണ്. അപ്പോൾ ശംസുൽ ഉലമ മുശ്രിക്കാണ്, KV ഉസ്താദ് മുശ്രിക്കാണ്, കാന്തപുരം ഉസ്താദ് മുശ്രിക്കാണെന്ന് പച്ച മലയാളത്തിൽ എഴുതി. കഴിഞ്ഞില്ല, മുജാഹിദ് പ്രസ്ഥാനം പിന്നെയും എഴുതി, ഇന്ന് ലോകത്തുള്ള മുഴുവൻ മുസ്ലിമീങ്ങളും കാഫിറുകളാണ്. ലോകത്തിന്ന് ജീവിച്ചിരിക്കുന്ന മുസ്ലിമീങ്ങളുണ്ടല്ലോ, മഹാനായ ഖുതുബുൽ അഖ്താബ് ശൈഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, മഹാനുഭാവനെ വിളിക്കുന്ന മുസ്ലിം, മഹാനുഭാവനെ വിളിക്കുന്ന സുന്നി, അവൻ മുശ്രിക്കാണ് എന്ന് പച്ച മലയാളത്തിൽ മുജാഹിദിന്റെ സൽസബീൽ 1993 ഡിസംബർ മാസത്തെ സൽസബീലിൽ കാണാം. എന്താണ് കേട്ടോളൂ, എന്താണ് മുജാഹിദ് പറയുന്നതെന്നല്ലേ ഈ സൽസബീലിൽ കാണാം. അതിന്റെ 9ാമത്തെ പേജിൽ മുസ്ലിയാർ ഒന്നുകൂടി കേട്ടോളി. മുഹിയുദ്ദീൻ ശൈഖയെ രക്ഷിക്കണേ എന്ന് തേടിയവൻ കാഫിറാകുന്നു, അങ്ങനെ തേടാൻ ഉപദേശിക്കുന്നവനും കാഫിറാകുന്നു, അതിന് വിരോധമില്ലെന്ന് പറഞ്ഞവനും കാഫിറാകുന്നു. ആ വാദം ഉറപ്പിക്കാൻ വേണ്ടി ഖുർആനായത്ത് ദുർവ്യാഖ്യാനം ചെയ്ത് തെളിവ് കൊടുത്തവൻ 1000 വട്ടം കാഫിറാകുന്നു. ഖുർആന്റെ അർത്ഥം പറയാൻ പാടില്ലെന്ന് പറഞ്ഞവൻ കാഫിറാകുന്നു. അങ്ങനെയുള്ളവരോട് അസ്ലിം തസ്ലം എന്ന് പറയാൻ പാടില്ലെന്ന് പറഞ്ഞവനും കാഫിറാകുന്നു. ശേഷം വഴിയെ കാഫിറാക്കൽ ഇനി അടുത്ത സൽസബീലിൽ തുടരുമെന്ന് 1993 ഡിസംബറിലെ സൽസബീലിൽ മുജാഹിദുകാർ എഴുതിവിട്ടതാണ്. പ്രിയപ്പെട്ടവരെ, ഇവരുമായി പൊരുത്തപ്പെടാൻ നമുക്ക് സാധിക്കുമോ? ഈ മുജാഹിദ് പ്രസ്ഥാനവുമായി പൊരുത്തപ്പെട്ടു പോകാൻ നമുക്ക് സാധ്യമല്ല. അതുകൊണ്ടാണ് സമസ്ത രൂപീകരിച്ചത്. സമസ്തയുടെ പിൽക്കാലഘട്ടങ്ങളിലുള്ള സമ്മേളനങ്ങളിൽ ശക്തമായി തന്നെ പ്രമേയങ്ങൾ പാസാക്കി. മുജാഹിദ് പ്രസ്ഥാനവുമായി ജമാഅത്തെ ഇസ്ലാമിക്കാരുമായി ഒരു നിലക്കും ബന്ധപ്പെടാൻ പാടില്ല എന്ന് ശക്തമായ പ്രമേയങ്ങൾ പാസാക്കുകയുണ്ടായി. ഇത് സമസ്തയുടെ പെരിന്തൽമണ്ണ സമ്മേളനത്തിലെ പ്രമേയമാണ്, അതിന്റെ തീരുമാനമാണ്. 1953 നടന്ന സമസ്തയുടെ പെരിന്തൽമണ്ണ പ്രമേയം. ഇതിൽ നമുക്ക് കാണാൻ സാധിക്കും മുബ്തദിഈങ്ങളുമായി പെരുമാറേണ്ട ചുരുക്കം സംഗതികൾ. 1, അവരുമായി കൂടി പെരുമാറാതിരിക്കുക. അവരുമായി കണ്ടുമുട്ടിയാൽ അവർക്ക് സലാം ചെല്ലാതിരിക്കുക. 3, അവർ സലാം ചെല്ലിയാൽ മടക്കാതിരിക്കുക. 4, അവരുമായി വിവാഹബന്ധം നടത്താതിരിക്കുക. 5, അവരെ പിന്തുടർന്ന് നിസ്കരിക്കാതിരിക്കുക ഇത്യാദികളാകുന്നു മുബ്തദിഈകളുമായി പെരുമാറേണ്ട ചുരുക്കം സംഗതികൾ. ഇതിൽ ആരൊക്കെയാണ് ഒപ്പിട്ടത്? 1953 സമസ്തയുടെ പടുകൂറ്റൻ ആലിമീങ്ങൾ, മഹാനായ ശിഹാബുദ്ദീൻ അബു സആദാത്ത് അഹ്മദ് കോയ മുസ്ലിയാർ ചാലിയം, ഖുതുബി മുഹമ്മദ് മുസ്ലിയാർ, പാനായിക്കുളം അബ്ദുറഹ്മാൻ മുസ്ലിയാർ, KK സദഖത്തുള്ള മുസ്ലിയാർ തുടങ്ങിയ മഹാരഥന്മാരായ പണ്ഡിതന്മാർ ഒപ്പിട്ട പ്രമേയമാണ്.
അവരുമായി കൂടി പെരുമാറാതിരിക്കുക. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ 5ഓളം വരുന്ന കാര്യങ്ങൾ ആ സമ്മേളനത്തിൽ പാസാക്കി. കഴിഞ്ഞില്ല. ഇത് 2 സമസ്തയും ഒറ്റക്കെട്ടായി നിന്നപ്പോഴുള്ള സമസ്തയുടെ സുവലീറാണ്. 60ാം വാർഷിക സ്മരണികയാണ്. ഈ സ്മരണികയിൽ നമുക്ക് കാണാൻ സാധിക്കും എന്താണെന്നല്ലേ? ഈ സ്മരണികയുടെ 69ാമത്തെ പേജിൽ നമുക്ക് കാണാം, സമസ്തയുടെ ഫറോക്കിൽ നടന്ന 6ാം സമ്മേളനത്തിൽ അവതരിപ്പിച്ച പ്രമേയം വഹാബികളുമായി ബന്ധം വിച്ഛേദിക്കാൻ ആവശ്യപ്പെടുന്നതാണ് പ്രമേയം. ഇതിന്റെ പേരിൽ സമസ്തക്കെതിരിൽ വഹാബികൾ അന്നും ഇന്നും ഓരിയിട്ട് നടക്കുന്നുണ്ട്. സുന്നികൾ ഇസ്ലാമിന്റെ ആദ്യകാലത്തുള്ള മക്കാ മുശ്രിക്കുകളെക്കാൾ വലിയ മുശ്രിക്കുകളും കാലുമാണെന്ന് എഴുതുകയും പ്രസംഗിക്കുകയും സുന്നികളെ ശിർക്കിൽ നിന്നും കുഫറിൽ നിന്നും പിന്തിരിപ്പിക്കാൻ കഴിയില്ലെന്ന് ബോധ്യപ്പെട്ടപ്പോൾ ചില ഇസ്ലാമിക രാഷ്ട്രങ്ങളിലെ ഗവൺമെന്റിനെ കൂട്ടുപിടിച്ച് സുന്നികളെ അറുകൊല നടത്തുകയും ചെയ്ത വഹാബികളാണ് യഥാർത്ഥത്തിൽ സമസ്തയുടെ ഈ പ്രമേയത്തിനെതിരിൽ ശബ്ദിക്കുന്നത്. ആരാണ് വഹാബികൾ? സമസ്ത ഒറ്റക്കെട്ടായി നിന്നപ്പോഴുള്ള സമ്മേളന സുവനീറാണ്, സ്മരണികയാണ്. 60ാം വാർഷിക സ്മരണികയിൽ പറയുന്നു, സുന്നികളെ കാഫിറുകളും മുശ്രിക്കുകളുമാക്കി സുന്നികളെ അറുകൊല ചെയ്യാൻ ശ്രമിച്ചവരാണ് വഹാബികൾ. ഈ വഹാബികളുമായി ബന്ധവിച്ഛേദം നടത്തണമെന്ന് 1953 സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പെരിന്തൽമണ്ണ സമ്മേളനത്തിലുള്ള പ്രമേയത്തിൽ പറഞ്ഞെങ്കിൽ പ്രിയപ്പെട്ടവരെ, ആ പ്രമേയം ഇന്ന് അക്ഷരാർത്ഥത്തിൽ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുന്ന സമസ്ത ഏതാണ്? ആ പ്രമേയം ഇന്ന് അക്ഷരാർത്ഥത്തിൽ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുന്ന സുന്നി യുവജന സംഘം ഏതാണ്? പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ പ്രമേയത്തെ കാറ്റിൽ പറത്തിയിട്ട് മഹാനായ അഹമ്മദ് കോയ ശാലിയാത്തിയെയും സദഖത്തുള്ള മുസ്ലിയാരെയും തുടങ്ങിയുള്ള പാനായിക്കുളം അബ്ദുറഹ്മാൻ മുസ്ലിയാരടക്കമുള്ള മുഴുവൻ പണ്ഡിതന്മാരെയും സ്വാത്വികരായ മഹാരഥന്മാരുടെയും ആശയങ്ങളെ ചവിട്ടിമെതിച്ചുകൊണ്ട് 1926 രൂപീകൃതമായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മഹത്തായ ആശയങ്ങളെ ചവിട്ടിമെതിച്ചുകൊണ്ട് മറുഭാഗം സമസ്തക്കാര് രംഗത്തിറങ്ങി. നിഷേധിക്കാൻ സാധിക്കുമോ? ഇത് 1999 ഡിസംബർ 27 മാധ്യമം ദിനപത്രം. ഇതിലൊരു ഫോട്ടോ കാണാം. എന്താണ് ഫോട്ടോ? അവരുമായി കൂടി പെരുമാറാതിരിക്കുക എന്ന് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പെരിന്തൽമണ്ണ പ്രമേയത്തിലും മുഴുവൻ പ്രമേയത്തിലും പറഞ്ഞപ്പോൾ ആ പ്രമേയങ്ങളെ മുഴുവനും കാറ്റിൽ പറത്തിയിട്ട് ഇതാ മുസ്ലിം സൗഹൃദവേദിയുടെ തീരുമാനപ്രകാരം ജമാഅത്തെ ഇസ്ലാമി അസ്മാ ടവറിൽ സംഘടിപ്പിച്ച ഇഫ്താർ പാർട്ടിയിൽ പ്രൊഫസർ കെ സിദ്ദീഖ് ഹസൻ സ്വാഗതം ആശംസിക്കുന്നു. ഒരു ഫോട്ടോ, അതിനിടയിൽ ഒരു വാർത്ത. ഐക്യം വ്യാപകമാക്കണം സമുദായ നേതാക്കൾ. ഒന്നിച്ചിരുന്നാൽ ഹൃദയങ്ങൾ തമ്മിൽ അടുക്കുമെന്ന തത്വം അന്വർത്ഥമാക്കി റമദാനിന് ശേഷം ഐക്യവും സഹവർത്തിത്വവും കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിപ്പിക്കാമെന്ന പ്രതിജ്ഞയോടെയാണ് നേതാക്കൾ പിരിഞ്ഞത്. അസ്മാ ടവറിൽ സംഘടിപ്പിച്ച ഇഫ്താർ പാർട്ടി, ആ പാർട്ടിയിൽ ഐക്യവും സഹവർത്തിത്വവും കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിപ്പിക്കാമെന്ന പ്രതിജ്ഞയോടെയാണ് നേതാക്കൾ പിരിഞ്ഞത്. അതിന്റെ തൊട്ടുമുമ്പ് പറയുന്നു, ഒന്നിച്ചിരുന്നാൽ ഹൃദയങ്ങൾ തമ്മിലെടുക്കുമെന്ന തത്വം അന്വർത്ഥമാക്കി. ഈ ഇഫ്താർ മീറ്റിംഗിൽ ആരൊക്കെയാ പങ്കെടുത്തത്? കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ പങ്കെടുത്തു, താജുൽ ഉലമ ഉള്ളാട്ടങ്ങൾ പങ്കെടുത്തു, എം എ അബ്ദുൽ ഖാദർ മുസ്ലിയാർ പങ്കെടുത്തു, ചിത്താരി ഹംസ ഉസ്താദ് പങ്കെടുത്തു. ഒരൊറ്റ പണ്ഡിതന്മാരും പങ്കെടുത്തിട്ടില്ല. മറിച്ച് ആരൊക്കെയാണ് പങ്കെടുത്തത്? കേട്ടോളൂ. സുന്നി നേതാക്കളായ പുറങ്ങോട് അബ്ദുള്ള മൗലവി, ഡോക്ടർ നാട്ടിക മുഹമ്മദ് അലി, പി എച്ച് അബ്ദുള്ള മാസ്റ്റർ, ഹസൻ ഫൈസി പന്നിപ്പാറ, നാസർ ഫൈസി കൂടത്തായി, ഇപ്പോഴത്തെ SKSSFന്റെ ജനറൽ സെക്രട്ടറി, ഷമീർ അലി ശിഹാബ് തങ്ങൾ, കെ ടി എ ജബ്ബാർ,
മുജാഹിദ് നേതാക്കളായ PS ബാബ, TP അബ്ദുള്ള കോയ മദനി, CP ഉമർ സുല്ലമി, മുസ്തഫ ഫാറൂഖി, അബ്ദുറഹ്മാൻ മദനി, ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് തുടങ്ങിയ നേതാക്കളെല്ലാം ഒരുമിച്ചിരുന്ന് ഇഫ്താർ മീറ്റിംഗിൽ പങ്കെടുത്തു. ഞാൻ ചോദിക്കട്ടെ പ്രിയപ്പെട്ടവരെ, സമസ്തയുടെ മുൻഗാമികളായ വരക്കൽ മുല്ലക്കോയത്തങ്ങൾ പൊറുക്കുന്നതാണോ? മഹാനായ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാര് പൊറുക്കുമോ? അവരെന്താണ് പെരിന്തൽമണ്ണ സമ്മേളനത്തിൽ വെച്ച് പറഞ്ഞത്? അവരുമായി കൂടി പെരുമാറാതിരിക്കുക. ആരുമായി? മുജാഹിദ്, ജമാഅത്തെ ഇസ്ലാമി തുടങ്ങിയ പുത്തംവാദികളുമായി കൂടി പെരുമാറാതിരിക്കുക എന്ന് പെരിന്തൽമണ്ണ പ്രമേയത്തിൽ പറഞ്ഞപ്പോൾ ആ പ്രമേയം ചവിട്ടിമതിച്ചതാരാണ്? അതുപോലെ തന്നെ സമസ്തയുടെ 60ാം വാർഷിക സുവനീറിൽ പറഞ്ഞപ്പോൾ ആ സുവനീറിനെ കാറ്റിൽ പറത്തിയവർ ആരാണ്? തലയിലാണല്ലോ ഭൂമി. അതല്ലേ ഇപ്പൊ പ്രശ്നം. ഇപ്പൊ നമ്മളെ പ്രശ്നം എന്താണെന്ന് വെച്ചെങ്കിൽ നമ്മളെ തലയിലാണ് ഇപ്പോൾ ഭൂമി നിലനിൽക്കുന്നത്. നമ്മൾ ഐക്യകണ്ഠേന ചായ കുടിക്കുന്നത് കൊണ്ടാണ് മുസ്ലിം സമുദായം നിലനിന്ന് പോരുന്നത്. അതൊന്നും ഇപ്പോൾ എന്നെ കൊണ്ട് പറയിപ്പിക്കണ്ട. കോഴിക്കോട്ടെ കുറെ ചായക്കുടികൾ നടന്നിട്ടുണ്ട്, അതൊക്കെ പിന്നെ ഞാൻ പറയാം. ഐക്യകണ്ഠേന ചായ കുടിച്ചവരാണ് കോഴിക്കോട്ടെ നേതാക്കൾ, അതൊന്നും ഞാൻ പിന്നെ പറയാം. അങ്ങനെയൊക്കെ ഉണ്ട്. ഏതായാലും അള്ളാഹു സത്യത്തിന് വേണ്ടി യോജിക്കാൻ അള്ളാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. വിശദീകരിക്കുന്ന ആരെയും കുറ്റം പറയാല്ലാട്ടാ, പക്ഷെ അങ്ങോട്ട് നമ്മൾ തരംതായി പോയി. നമ്മൾ കേവലം കൂടുമ്പോഴുള്ള ഈ ഭംഗി വാക്ക് പറയുന്നതിന് പകരം ആത്മാർത്ഥമായ ദീനി സമർപ്പണം നമ്മൾ മറന്നുപോയിട്ടുണ്ട്. അത് ഓർമ്മപ്പെടുത്താനാണ്. ആരെങ്കിലും ഇകഴ്ത്തൽ എന്റെ ലക്ഷ്യമല്ല. കഴിഞ്ഞില്ല പ്രിയപ്പെട്ടവരെ, മുജാഹിദുകാരുമായി ബന്ധവിച്ഛേദം നടത്തണം. അപ്പോൾ മുജാഹിദുമായി എങ്ങനെയാണ് ബന്ധവിച്ഛേദം നടത്തേണ്ടത്? അവരുടെ സമ്മേളനം വരുമ്പോൾ ആ സമ്മേളനത്തിൽ പങ്കെടുക്കാമോ? അവരുടെ മക്കളുടെ വിവാഹം വരുമ്പോൾ അവിടെ പോയി ഫുഡടിക്കാമോ? പാടില്ല. എങ്കിലിതാ നിങ്ങൾ കണ്ടോളൂ, ഇത് മുജാഹിദ് പനമരം മുജാഹിദിന്റെ സുവനീറാണ്. പനമരം മുജാഹിദിന്റെ സംസ്ഥാന സമ്മേളനം സുവനീർ. ഈ സുവനീറിൽ നമുക്ക് നല്ല രസകരമായൊരു സംഭവം കാണാം. ഇതിന്റെ 186ാമത്തെ പേജിൽ ആരാണിരിക്കുന്നതെന്നല്ലേ? മുജാഹിദ് സമ്മേളന സ്റ്റേജിൽ പോയി പങ്കെടുത്ത മാന്യദേഹം ആരാണെന്നല്ലേ? ഇന്ന് മറുഭാഗം സമസ്തയുടെ വിദ്യാർത്ഥി സംഘടനയായ SKSSFന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി നാസർ ഫൈസി കൂടത്തായി. മുജാഹിദിന്റെ സംസ്ഥാന സമ്മേളന സുവനീറിന്റെ 186ാമത്തെ പേജിൽ കാണാം. പ്രിയപ്പെട്ടവരെ, ഇത് നിഷേധിക്കുന്നവരുണ്ടെങ്കിൽ കടന്നു വരൂ. മാന്യമായി നിങ്ങളുടെ മുന്നിലേക്ക് ഞാനിതാ കാണിച്ചു തരാം. കഴിഞ്ഞോ? ഇങ്ങനെ സമസ്തയുടെ മുഴുവൻ തത്വങ്ങളെയും സമസ്തയുടെ മുഴുവൻ തീരുമാനങ്ങളെയും ചവിട്ടിമെതിച്ചു. അപ്പോൾ മഹാനായ കാന്തപുരം ഉസ്താദ് അടങ്ങിയിരുന്നില്ല. ഇന്ന് അഹ്ലുസുന്ന സന്ദേശം പ്രമാണം എന്ന പേരിൽ കേരളത്തിന്റെ ഗ്രാമഗ്രാമാന്തരങ്ങളിലും നഗരാന്തരങ്ങളിലും സുന്നത്ത് ജമാഅത്തിന് വേണ്ടി ശക്തമായി പോരാട്ടം നടത്തിയിട്ട് വഹാബി പാതിരിമാരുടെ മൗദൂദിയൻ ചിന്താഗതിക്കാരുടെ മുഴുവൻ പൊള്ളത്തരങ്ങളെയും ജനസമക്ഷം തുറന്നു കാണിച്ചുകൊണ്ട് ആദർശ സമ്മേളനങ്ങൾ കേരളക്കരയിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ ആദർശ സമ്മേളനങ്ങൾ നടത്താൻ മറുഭാഗം സമസ്തക്കാർക്ക് സമയമില്ല. അവർക്കാകെ സമയമുള്ളത് കാന്തപുരത്തിന്റെ കാറിന് കാറ്റുകുറവാണ്. ഇതുപോലെ അങ്ങാടിയിൽ വന്ന പണ്ഡിതന്മാരുടെ പച്ചമാംസം കൊത്തിവലിക്കാനാണ് മറുഭാഗം സമസ്തക്കാർ ശ്രമിക്കുന്നതെങ്കിൽ പ്രിയപ്പെട്ടവരെ, കാന്തപുരത്തിനും അതുപോലെ കാന്തപുരം ഉസ്താദിന്റെ പിന്നിൽ അണിനിരന്ന സുന്നി പ്രസ്ഥാനത്തിന്റെ സമുന്നതരായ പണ്ഡിതന്മാർക്കും എന്താണ് തൊഴില്? വഹാബികൾക്കെതിരെ ശബ്ദിക്കുക, മൗദൂദികൾക്കെതിരെ ശബ്ദിക്കുക. ഇങ്ങനെ ശബ്ദിച്ചപ്പോൾ എന്ത് ചെയ്തു? കേരളക്കരയിലുള്ള മുജാഹിദുകാരി ഇന്ന് ശക്തമായി പറയുന്നത്, കാന്തപുരം വിഭാഗം ഒരു 10 കൊല്ലം കേരളക്കരയിൽ അടങ്ങിയിരിക്കുകയാണെങ്കിൽ ഈ കേരളം മൊത്തം ഞങ്ങൾ മുജാഹിദിന്റെ കോട്ടയാക്കി മാറ്റുമെന്നാണ് ഇന്ന് പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞില്ല. ഇത് 1999 നവംബർ മാസത്തിലെ മുജാഹിദിന്റെ അൽ-ഇസ്ലാഹ് മാസികയാണ്. അൽ-ഇസ്ലാഹ്, മുജാഹിദിന്റെ അൽ-ഇസ്ലാഹ്. ഇതിന്റെ ചട്ടയിൽ ഒരു ഫോട്ടോ കാണാം. ആരാണ് ഇരിക്കുന്നത്? ഒരു രഥത്തിൽ
4 വീലുകളുള്ള ഒരു രഥത്തിൽ അഭിവന്ദ്യനായ കാന്തപുരം ഉസ്താദ് ഈ രഥത്തിനുള്ളിൽ ഇരിക്കുന്നു. പിന്നിലതാ കുറെ ആളുകളിൽ ഇരുന്ന് കാന്തപുരം ഉസ്താദിന്റെ രഥം ഇങ്ങനെ ഉരുട്ടുകയാണ്. കേരളക്കരയിലൂടെ ഉസ്താദിന്റെ രഥം ഇങ്ങനെ ഉരുണ്ടുകൊണ്ടിരിക്കുകയാണ്. അതേ, അഹ്ലുസുന്നയുടെ ആദർശത്തിൽ പണുതുയർത്തിയ കാന്തപുരം ഉസ്താദിന്റെ രഥത്തിനടിയിൽ കടന്ന് ഇന്ന് ചതഞ്ഞരഞ്ഞ് മരിച്ചുകൊണ്ടിരിക്കുന്നത് കേരളക്കരയിലുള്ള വഹാബികളാണ്, മൗദൂദികളാണ്, തബ്ലീഗ് ജമാഅത്തുകാരാണ്. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല. അതേ അൽ-ഇസ്ലാഹിൽ കാന്തപുരം ഉസ്താദിന്റെ ആ രഥത്തിന്റെ ടയറുകൾക്കിടയിൽ ചതഞ്ഞരഞ്ഞുകൊണ്ടിരിക്കുന്ന രംഗം നിങ്ങളൊന്ന് കാണുക. മുജാഹിദ്, ജമാഅത്തെ ഇസ്ലാമി, തബ്ലീഗ് മൗലവിമാരാ രഥത്തിനടിയിൽ കിടന്നിങ്ങനെ ചതഞ്ഞരയുകയാണ്. അവർക്കും മനസ്സിലായി ഈ കളി കാന്തപുരത്തിന്റെ രഥം, ആദർശത്തിൽ പണുതുയർത്തിയ രഥം, ആ രഥം കേരളക്കരയിലൂടെ ഉരുണ്ടുകഴിഞ്ഞാൽ ഞങ്ങൾക്ക് നിലനിൽപ്പില്ല എന്ന് മനസ്സിലായതുകൊണ്ടാണ് അവർ കാന്തപുരം ഉസ്താദിനെ വിമർശിച്ചുകൊണ്ട് വരച്ചുവട്ടിയ കാർട്ടൂൺ, ആ കാർട്ടൂണിൽ വരെ വളരെ വ്യക്തമായി പ്രിയപ്പെട്ടവരെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി ഞാൻ എന്റെ വിഷയത്തിലേക്ക് കടന്നു വരികയാണ്. നമുക്ക് പുത്തംവാദികളുമായി, മുജാഹിദ് പ്രസ്ഥാനക്കാരുമായി നമുക്ക് സൗഹൃദത്തിൽ ഏർപ്പെടാൻ സാധിക്കുമോ? അവരുമായി ഐക്യപ്പെടാൻ സാധിക്കുമോ? ഒരിക്കലും ഇല്ല. പ്രിയപ്പെട്ടവരെ, മുജാഹിദ് പ്രസ്ഥാനം ഇന്ന് കേരളക്കരയിൽ ചെയ്തു കൂട്ടുന്നത് എന്താണ്? മഹാനായ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ലോകത്തിന്റെ സത്തായ, സത്യത്തിന്റെ വിത്തായ, സമാധാനത്തിന്റെ മുത്തായ, പ്രപഞ്ചത്തിന്റെ തിങ്കളായ ആ പ്രിയപ്പെട്ട പ്രവാചകനെ നിസാരപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് മുജാഹിദ് പ്രസ്ഥാനം ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മഹാനായ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രേമിക്കുന്നവരാണ് സുന്നികൾ, സ്നേഹിക്കുന്നവരാണ് സുന്നികൾ, സ്നേഹിക്കുന്നവരാണ് ലോകത്തുള്ള മുഴുവൻ മുസ്ലിമീങ്ങളും. ആ മുസ്ലിമീങ്ങളെ മുഴുവനും വേദനിപ്പിക്കുന്ന രീതിയിൽ ഇതാ ഒരു മുജാഹിദ് പുരോഹിതൻ പറയുന്നത് നിങ്ങൾ കേൾക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, മുഹമ്മദ് നബി അത് വെറും ഒരു മൈമാക്കയാണ് എന്ന് മുജാഹിദ് പുരോഹിതൻ പറയുന്നത് ആദ്യമായി നിങ്ങളൊന്ന് കേൾക്കൂ. ഭജനമിരിക്കുന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന മയമാക്ക, ഇരിക്കുന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന മയമാക്ക, ഇരിക്കുന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന മയമാക്ക, ഇരിക്കുന്ന മുഹമ്മദ്. അതെ, റസൂലുള്ളാഹിനെ മൈമാക്ക എന്ന് വിളിച്ച ഈ മുജാഹിദ് പുരോഹിതന്മാര് സംഘടിപ്പിച്ച ഇഫ്താർ സംഗമത്തിൽ പോയി കോഴിക്കാല് വലിച്ചു തിന്നുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിസാരപ്പെടുത്തുന്നവരുമായി ഇഫ്താർ സംഗമങ്ങളിൽ പങ്കെടുക്കാൻ ഒരു മുസ്ലിമിന് സാധിക്കുമോ? ഒരു സമസ്തക്കാരന് സാധിക്കുമോ? ഒരു സുന്നിക്ക് സാധിക്കുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിസാരപ്പെടുത്തുന്നവരുമായി ഐക്യപ്പെടാൻ സുന്നിക്ക് സാധ്യമല്ല. ഇനി കേട്ടോളൂ. മഹാനായ ഖുതുബുസ്സമാൻ അസ്സയ്യിദ് അലവി അൽ മമ്പുറം, മഹാനായ മമ്പുറം തങ്ങൾ വിഗ്രഹമാണെന്ന് വിളിച്ചു പറയുന്ന ഒരു മുജാഹിദ് പുരോഹിതനെ, മമ്പുറം തങ്ങൾ ഒരു വിഗ്രഹമാണ്, മമ്പുറം തങ്ങൾ ഒരു വിഗ്രഹമാണ്, മമ്പുറം തങ്ങൾ ഒരു വിഗ്രഹമാണ്. മുജാഹിദ് പുരോഹിതന്റെ പ്രഭാഷണമാണ്. പ്രിയപ്പെട്ടവരെ, ഈ മുജാഹിദ് പുരോഹിതന്മാരുമായി ഐക്യപ്പെടാൻ സാധ്യമല്ല എന്നാണ് 1926 കോഴിക്കോട് ടൗൺ ഹാളിൽ വെച്ച് മഹാനായ സയ്യിദ് ശിഹാബുദ്ദീൻ ചെറുകുഞ്ഞിക്കോയ തങ്ങളുടെ അധ്യക്ഷതയിൽ ചേർന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ യോഗം, ആ യോഗത്തിലെ ഒന്നാമത്തെ ഭരണഘടനയുടെ തീരുമാനം മുജാഹിദുകാരുമായി ഐക്യപ്പെടാൻ സാധ്യമല്ല. കാരണമെന്തേ? അവർ മമ്പുറം തങ്ങളെ വിഗ്രഹമാക്കുന്നവരാണ്. ഇനി കഴിഞ്ഞോ? മഹാനായ ശൈഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറുൽ അസീസിനെ വിളിക്കുന്ന മുസ്ലിമീങ്ങൾ, വിളിക്കുന്ന സമസ്തക്കാര്, വിളിക്കുന്ന സുന്നികൾ, ആ സുന്നികൾ മുഴുവനും മുശ്രിക്കുകളാണ്. മുഹിയുദ്ദീൻ ശൈഖിനെ വിളിക്കുന്നവർ കാഫിറുകളാണെന്ന് പച്ച മലയാളത്തിൽ കേരളക്കരയിലുള്ള മുജാഹിദുകാരൻ പ്രസംഗിക്കുന്നത് കേട്ടോളൂ. എന്ന് പറഞ്ഞ ബാലേട്ടനാണ് യഥാർത്ഥ മുസ്ലിം, മൊയ്തീൻ ശൈഖെ രക്ഷിക്കണേ എന്ന് പറഞ്ഞവനാണ് കാഫിർ. ഞങ്ങളായും കാഫിറാക്കിയിട്ടില്ല. മൊയ്തീൻ ശൈഖെ രക്ഷിക്കണേ എന്ന് പറഞ്ഞവനാണ് കാഫിർ. അപ്പോൾ കോഴിക്കോട് ഹൈസൻ ഹോട്ടലിൽ വെച്ച് ഇഫ്താർ സംഗമം നടത്തിയപ്പോൾ തൊട്ടപ്പുറത്തിരുന്ന മുജാഹിദ് പുരോഹിതന്റെ തൊട്ടപ്പുറത്തിരുന്ന
സമസ്തക്കാരൻ മുശ്രിക്കാണെന്നല്ലേ പറയുന്നത്? ഞാൻ ചോദിക്കട്ടെ, പിന്നെ എന്ത് ഐക്യവേദിയാണ്, പിന്നെ എന്ത് ഇഫ്താർ സംഘമാണ് സംഘടിപ്പിക്കുന്നത്? അതുകൊണ്ടാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയും സുന്നി യുവജന സംഘവും SSFുമെല്ലാം പറയുന്നത് ഈ മുജാഹിദ് പുരോഹിതന്മാരുമായി യാതൊരു ബന്ധവും പാടില്ല. കാരണം അവർ സുന്നികളെ മുശ്രിക്കാക്കുന്നവരാണ്, സുന്നികളെ മുശ്രിക്കാക്കുന്നവരാണ്. കഴിഞ്ഞില്ല, ഇനി മഹാനായ വരക്കൽ സയ്യിദ് മുല്ലക്കോയ തങ്ങളും പാങ്ങിൽ അഹ്മദ് കുട്ടി മുസ്ലിയാരും മഹാനായ ശംസുൽ ഉലമ ഇ.K. അബൂബക്കർ മുസ്ലിയാർ, മഹാനായ KV ഉസ്താദ്, മഹാനായ ഖമറുൽ ഉലമ കാന്തപുരം ഉസ്താദ്, അതുപോലെ സയ്യിദ് താജുൽ ഉലമ ഉള്ളാൾ തങ്ങൾ അടക്കമുള്ള മരിച്ച ഇന്ന് ജീവിച്ചിരിക്കുന്ന മുഴുവൻ സമസ്തയുടെ പണ്ഡിതന്മാരും സമസ്തയുടെ ആലിമീങ്ങളും ആ സമസ്തയിൽ അണിനിരന്ന അലകടൽ പോലെ ആർത്തിരമ്പുന്ന സുന്നീ ജനലക്ഷങ്ങളും മാനസിക രോഗികളാണ് എന്ന് വിളിച്ചു പറയുന്ന മുജാഹിദ് പുരോഹിതനെ നിങ്ങളൊന്ന് കണ്ടോളൂ. മാനസിക രോഗമില്ലാത്തവർക്ക് സമസ്തയിൽ മെമ്പറാകാൻ പറ്റും. ഒരു തിരിയൊക്കെ അരത്തിരിയുള്ളവനെ അതിൽ പോവുള്ളൂ. മാനസിക രോഗമില്ലാത്തവർക്ക് സമസ്തയിൽ മെമ്പറാകാൻ പറ്റും. അപ്പോൾ മാനസിക രോഗമുള്ളവരാണ് സമസ്തയുടെ ആളുകളെന്ന് പറഞ്ഞ മുജാഹിദ് പുരോഹിതൻ ആ സമസ്തയുടെ കീഴ്ഘടകമാണെന്ന് പറയുന്ന SKSSF, ആ SKSSFന്റെ സംസ്ഥാന സെക്രട്ടറി നാസർ ഫൈസി കൂടത്തായിക്ക് മാനസിക രോഗികളാണ് സമസ്തക്കാരെന്ന് വിളിച്ചു പുലമ്പിയ മുജാഹിദ് പുരോഹിതന്മാർ സംഘടിപ്പിക്കുന്ന സമ്മേളനങ്ങളിൽ പോയി പങ്കെടുത്തിട്ടോ അവരുടെ സുവനീറിൽ ഇടം പിടിക്കാൻ എങ്ങനെയാണ് സാധിച്ചത്? ചോദിക്കട്ടെ, മഹാരഥന്മാരായ പണ്ഡിതന്മാരെ മുഴുവനും മാനസിക രോഗികളാണെന്ന് പറഞ്ഞവരോട് പൊരുത്തപ്പെട്ടു പോകാൻ ഒരിക്കലും സുന്നികൾക്ക് സാധ്യമല്ല, ഒരിക്കലും സമസ്തക്ക് സാധ്യമല്ല, ഒരിക്കലും സുന്നി യുവജന സംഘത്തിന്റെ ആളുകൾക്ക് സാധ്യമല്ല. ഇനിയോ മഹാനായ കൊടപ്പനക്കൽ തറവാട്ടിലെ കാരണവരായ മഹാനായ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ, ആ തങ്ങളെ കുറിച്ചോ കേരളക്കരയിലുള്ള മുജാഹിദ് പാതിരിമാരെന്തെല്ലാമാണ് പറഞ്ഞത്? വിനയത്തോടെ ഞാൻ ചോദിക്കുന്നു, ഈ കവലകളിൽ വന്നുകൊണ്ട് കാന്തപുരം ഉസ്താദിനെ തെറി പറയുന്നവർ, കാന്തപുരം ഉസ്താദിനെ ശക്തമായി എതിർക്കുന്ന ആളുകളോട് വിനയത്തോടെ ഞാൻ ചോദിക്കട്ടെ, പാണക്കാട് തങ്ങളെ സ്നേഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ, പാണക്കാട് തങ്ങളെ പ്രേമിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ, കേരളക്കരയിൽ പാണക്കാട് തങ്ങൾക്കെതിരെ ശക്തമായി പ്രസംഗിക്കുകയും എഴുതുകയും ചെയ്ത മുജാഹിദ് പ്രസ്ഥാനത്തിനെതിരെ എന്തേ ശബ്ദിക്കാൻ നിങ്ങളുടെ നാവ് ഉയരാത്തത്? കേട്ടോളൂ, പാണക്കാട് തങ്ങളെ കുറിച്ച് മുജാഹിദ് പുരോഹിതം പറയുന്നത് അമൃതാനന്ദമയ്യെ ശ്രീ ശ്രീ രവിശങ്കറെ പോലെയുള്ള ഒരാളാണ് പാണക്കാട് തങ്ങളെന്ന് വിളിച്ചു പറയുന്ന പുരോഹിതനെ നിങ്ങളൊന്ന് കാണൂ. ചൂഷണ മനസ്ഥിതി, അടിമത്തം ഉണ്ടാക്കുന്ന മനസ്ഥിതി, ഉടമസ്ഥ മനസ്ഥിതി ആർക്കൊക്കെ വരുമെന്നറിയാമോ? ഈ കഴിഞ്ഞ ദശകങ്ങളിൽ കേരളത്തിൽ കത്തിത്തിളങ്ങി നിന്ന ഒരു വ്യക്തിത്വമാണ് നിത്യ ഗുരു നിത്യ ചൈതന്യ. പേര് നോക്കണേ, മാതാപിതാക്കളിട്ട പേരല്ല, രാജ്യം സമ്മാനിച്ച പേരല്ല, ശ്രീ ശ്രീ കാമകോടി മഠാധിപർ, ശ്രീ 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 18 ശ്രീ ആചാര്യ രവിശങ്കർ, ശ്രീ ശ്രീ മാതാ അമൃതാനന്ദമയി ദേവി, സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ. മനസ്സിലായോ? പേരുകൾ കൊണ്ട് വലുതാവുക, ആര് ജനങ്ങൾ വലുതാക്കുകയാണ്, മറ്റുള്ളവർ വലുതാക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, പാണക്കാട് തങ്ങള് അമൃതാനന്ദമയ്യെ പോലെ ശ്രീ ശ്രീ രവിശങ്കറെ പോലെയാണെന്ന് പറഞ്ഞപ്പോൾ മറുഭാഗം സമസ്തക്കാര് കേരളക്കരയിൽ എവിടെയെങ്കിലും ഇപ്രകാരമുള്ള മുജാഹിദ് പുരോഹിതന്മാർക്കെതിരെ ശബ്ദിച്ചിട്ടുണ്ടോ? അവർക്ക് ഇന്നും ശബ്ദിക്കാനുള്ളത് കാന്തപുരത്തിനെതിരെ. മഹാനായ കാന്തപുരം ഉസ്താദ് ഇന്നും പറയുന്നു, ഓ പ്രിയപ്പെട്ട സുന്നി സമൂഹമേ, നമ്മൾ രണ്ടായി നിൽക്കണ്ട, ഒറ്റക്കെട്ടായി നിൽക്കാം. എങ്ങനെയാണ് ഒറ്റക്കെട്ടായി നിൽക്കേണ്ടത്?
മഹാനായ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ പ്രിയപ്പെട്ട പ്രവാചകനെ നിസ്സാരപ്പെടുത്തുന്ന ശക്തികൾക്കെതിരെ, പ്രവാചകന്റെ കുടുംബത്തിനെതിരെ ശബ്ദിക്കുന്ന ഈ പുത്തൻ പ്രസ്ഥാനക്കാർക്കെതിരെ നമുക്ക് ഒറ്റക്കെട്ടായി നിന്ന് പോരാടാമെന്ന് കാന്തപുരം ഉസ്താദ് എന്നും ശക്തമായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ കേൾക്കൂ അഭിവന്ദ്യനായ ഉസ്താദ് അവരുടെ പ്രഭാഷണം. പ്രസംഗം കൊണ്ട് നേരിടാൻ, സമ്മേളനങ്ങൾ കൊണ്ട് നേരിടാൻ ഐക്യപ്പെടുക, അതാണ് സുന്നി ഐക്യം എന്ന് പറയുന്നത്. അതിന്റെ അർത്ഥം പോലും അറിയാണ്ട് ഇങ്ങോട്ട് വരി ഇങ്ങോട്ട് വരി. ഞങ്ങൾ സംഘടന അങ്ങോട്ടും പോകണ്ട ഇങ്ങോട്ടും പോകണ്ട. നിങ്ങളുടെ കയ്യിൽ സംഘടന ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതുമായി നടക്കാം. ഞങ്ങളുടെ കയ്യിൽ സംഘടനയുണ്ട്. ആ സംഘടനയുടെ അടയാളമാണ് ബഹുമാനപ്പെട്ട താജുൽ ഉലമയുടെ നേതൃത്വത്തിൽ ഈ ജനലക്ഷങ്ങൾ ഇവിടെ തടിച്ചുകൂടിയത്. അപ്പോ സുന്നി ഐക്യം എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നിസ്സാരപ്പെടുത്തുന്ന ആളുകൾക്കെതിരെ ഒറ്റക്കെട്ടായി നിൽക്കുക. അതിന് തയ്യാറുണ്ടോ? അതാണ് ഞാൻ ചോദിക്കുന്നത്. അതിനുവേണ്ടി ഏത് സ്റ്റേജിലേക്ക് ക്ഷണിച്ചാലും, സുന്നികൾ മാത്രം നടത്തുന്ന ഏത് സ്റ്റേജിലേക്കും ഏത് സദസ്സിലേക്കും എന്നെ ക്ഷണിച്ചാൽ ഇൻഷാ അല്ലാഹ് ഞാൻ പോകാൻ തയ്യാറാണ്. പക്ഷേ സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികളുമായി ഐക്യപ്പെടാൻ ഒക്കുമോ എന്ന് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങൾ ഒന്ന് ചിന്തിക്കുക. ബഹുവന്ദ്യനായ കാന്തപുരം ഉസ്താദിന്റെ ചോദ്യം എന്നും കേരളക്കരയിൽ കിടന്ന് അലയടിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കാന്തപുരം ഉസ്താദും സുന്നി സമൂഹവും പ്രവാചകനെ നിന്ദിക്കുന്ന ദുശക്തികൾക്കെതിരെ ശക്തമായി ശബ്ദിച്ചുകൊണ്ട് സംവാദങ്ങൾ നടത്തുന്നു, മുഖാമുഖങ്ങൾ നടത്തുന്നു, ഗണ്ണന പ്രസംഗം നടത്തുന്നു. കഴിഞ്ഞില്ല, മുജാഹിദ് പുരോഹിതന്മാർക്ക് താക്കീതായി, പ്രവാചകനെ നിന്ദിക്കുന്നവർക്ക് താക്കീതായിക്കൊണ്ട് ഇപ്പോൾ വർഷം തോറും അഭിവന്ദ്യനായ കാന്തപുരം ഉസ്താദിന്റെ നേതൃത്വത്തിൽ കോഴിക്കോടിന്റെ ഹൃദയഭാഗത്ത് വിശാലമായ സ്വപ്ന നഗരി, ആ സ്വപ്ന നഗരിയിൽ പ്രവാചക പ്രകീർത്തന സാഗരം തീർത്തുകൊണ്ട് ഒരു മനുഷ്യ മഹാസമുദ്രം കാന്തപുരം ഉസ്താദിന്റെ നേതൃത്വത്തിൽ വർഷം തോറും നടക്കാറുണ്ട്. അന്താരാഷ്ട്ര മീലാദ് സമ്മേളനം. എന്തിനാണ് അന്താരാഷ്ട്ര മീലാദ് സമ്മേളനം കാന്തപുരം ഉസ്താദിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്നത്? പ്രവാചകനെ നിന്ദിക്കുന്ന ദുശക്തികൾക്കെതിരെ ശക്തമായുള്ള ശബ്ദമാണ് ആ അന്താരാഷ്ട്ര മീലാദ് സമ്മേളനങ്ങളിലൂടെ അലയടിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ കേരളക്കരയിൽ പ്രവാചക പ്രേമികൾ ജനലക്ഷങ്ങളുണ്ടോ പ്രവാചക പ്രേമത്തിൽ അലയടിക്കുന്നവരെന്ന് മറ്റുള്ള സമൂഹത്തിന് കാണിച്ചു കൊടുക്കുവാൻ വേണ്ടിയാണ് കാന്തപുരം ഉസ്താദ് ഇപ്രകാരമുള്ള സമ്മേളനങ്ങൾ സംഘടിപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നിങ്ങളൊന്ന് കാണുക, കോഴിക്കോട് സ്വപ്ന നഗരിയിൽ പഠിച്ചുകൂടിയ പ്രവാചക പ്രേമ സാഗരത്തെ. الكريم تجلى باسم منتقم فإن من جودك دنيا وضرتها ومن علومك علم اللوح والقلم يا نفس لا تقنطي من زلات عظوما إن الكبائر في الغفران كالأمام لعل رحمة ربي حين يقسمها تأتي على حسب العصيان في الختام. പ്രിയപ്പെട്ടവരെ, ഇപ്രകാരം അന്താരാഷ്ട്ര മീലാദ് സമ്മേളനങ്ങൾ കാന്തപുരം ഉസ്താദ് സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ വിനയത്തോടെ ചോദിക്കട്ടെ, ഇന്നേ വരെ കേരളക്കരയിൽ ഇതുപോലെ ഒരു അന്താരാഷ്ട്ര മീലാദ് സമ്മേളനം പോയിട്ടോ ഒരു മീലാദ് സമ്മേളനം വിളിച്ചുകൂട്ടാൻ
മറുഭാഗം സമസ്തക്കാർക്ക് സാധ്യമായിട്ടുണ്ടോ? കഴിഞ്ഞിട്ടില്ല, കഴിയുകയുമില്ല. മറിച്ച് അവർക്ക് എന്താണ് തൊഴില്? കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ കീഴിൽ ഒരു അന്താരാഷ്ട്ര മീലാദ് സമ്മേളനം നടത്തിയാൽ മറുഭാഗം സമസ്തക്കാർ മറുഭാഗത്ത് സമ്മേളനം നടത്തുന്നു. എന്തിന്? മുജാഹിദ്, ജമാഅത്തെ ഇസ്ലാമി തുടങ്ങിയ ശക്തികൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് അവർ പറയുന്നു, ഇവരുടെ കയ്യിൽ പണമുണ്ട്, കാന്തപുരത്തിന്റെ കയ്യിൽ പണമുണ്ട്, അതുകൊണ്ട് അന്താരാഷ്ട്ര മീലാദ് സമ്മേളനവും അന്താരാഷ്ട്ര ഹദ്ദാദ് സമ്മേളനവും ഒക്കെ നടത്തും, അതിന് നിങ്ങൾ വഞ്ചിതരാകണ്ട. ആരാണ് പ്രസംഗിക്കുന്നത്? ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താദിന്റെ മധുര മനോഹരമായ ആ പ്രഭാഷണം നിങ്ങളൊന്ന് കേൾക്കൂ. അന്താരാഷ്ട്ര മൗലൂദ് എന്ന് നിങ്ങൾ പേടിച്ചാൽ മതി. അന്താരാഷ്ട്ര മൗലൂദ് ഇനി അദ്ദാവുണ്ടാവും, അത് പറയാൻ അന്താരാഷ്ട്ര സലാത്തുണ്ടാവും, പല ആദ്യം ഇവിടെ. കാരണം പൈസയും മറ്റും മറിച്ചൊക്കെ ഉണ്ടല്ലോ. ഇപ്പോൾ കാന്തപുരം ഉസ്താദിന്റെ കയ്യിലുള്ള പണം, ആ പണം വെച്ച് പുട്ടടിക്കുകയല്ല കാന്തപുരം ചെയ്യുന്നത്, മറിച്ച് അന്താരാഷ്ട്ര മീലാദ് സമ്മേളനങ്ങൾ നടത്തിയിട്ട് അതുപോലെ സുന്നത്ത് ജമാഅത്തിന്റെ ശക്തി ജനങ്ങൾക്ക് തെളിയിക്കാനാണ് ശ്രമിക്കുന്നത്. ഈ കാന്തപുരം ഉസ്താദിന്റെ പ്രവർത്തനം കണ്ടിട്ട് അസൂയപ്പെട്ട അസൂയാലുക്കളെ, നിങ്ങൾക്ക് മറുപടി നൽകാൻ നിങ്ങളുടെ സ്വന്തം പാളയത്തിലുള്ള മുസ്ലിയാക്കന്മാര് തന്നെയുണ്ടോ? നിങ്ങളുടെ സ്വന്തം പാളയത്തിലെ ഖുർആൻ പ്രഭാഷകനെന്ന ഓമനപ്പേരിൽ അറിയപ്പെടുന്ന ബഹുമാനപ്പെട്ട മിസ്റ്റർ ഖാസിമി ഉസ്താദ് അവറുകള് ചെറുശ്ശേരി ഉസ്താദാകുന്ന സമസ്തയുടെ ജനറൽ സെക്രട്ടറിയോട് വിനയത്തോടെ പറയുന്നത് കേൾക്കൂ. ഓ ഉസ്താദുമാരെ, അസൂയാലുക്കളായിക്കൊണ്ട് നാം ഈ ഭൂമി ലോകത്ത് ജീവിക്കണ്ട. പണ്ഡിതന്മാർക്ക് പണ്ഡിതന്മാരോട് അസൂയ ഉണ്ടാകും. കാന്തപുരത്തിന്റെ കയ്യിലുള്ള പണം കാന്തപുരം അന്താരാഷ്ട്ര മീലാദ് സമ്മേളനം നടത്തുമ്പോൾ മറുഭാഗത്തുള്ള പണ്ഡിതന് അസൂയയുണ്ടാകും, ആലിമിനോട് അസൂയയുണ്ടാകും, വായിലിനോട് അസൂയയുണ്ടാകും, കാത്തിബിനോട് അസൂയയുണ്ടാകും, എഴുത്തുകാരനോട് അസൂയുണ്ടാവും. അങ്ങനെ ഉണ്ടാവുക. എങ്ങനെയാണ് അസൂയ അങ്ങോട്ടും കൊണ്ട് വല്ലാതെ ഉണ്ടാവും. നല്ല എഴുത്തുകാരെ പറ്റിയൊക്കെ മുഴുവനും വെട്ടിയിട്ട് പോയി എം കൃഷ്ണൻ നായർ. അങ്ങനെയാ എല്ലാ നല്ല നാമ്പും അയാൾ ഒടിച്ചു പോയി. അങ്ങനെയാ. പിന്നെ കണ്ടവരെ മുഴുവനും കുറ്റം പറഞ്ഞിട്ട് പ്രസംഗിച്ച് നടക്കുന്ന ചില ആളുകളൊക്കെ നമ്മുടെ നാട്ടിലുണ്ട്. ഞാനവരെ പേരൊന്നും പറയുന്നില്ല. എല്ലാ പുണ്ണാമ്പും വെട്ടി ഒഴിവാക്കാം. അതേ കണ്ടവരെ മുഴുവനും കുറ്റം പറയുന്ന ആളുകളുണ്ടല്ലോ. എന്തിനാണ് നിങ്ങളുടെ സ്വന്തം കൂടാരത്തിലുള്ള അനുയായികൾ ഐക്യത്തോടുകൂടി കഴിഞ്ഞുകൂടുന്ന മഹല്ലുകളിൽ വന്നിട്ട് പണ്ഡിതന്മാരുടെ പച്ചമാംസം കൊത്തിവലിക്കാൻ തയ്യാറാകുന്നത്? വിനയത്തോടെ ഞങ്ങൾ പറയട്ടെ, സമ്മേളനങ്ങൾ സംഘടിപ്പിച്ചോളൂ, സെമിനാറുകൾ സംഘടിപ്പിച്ചോളൂ, എന്ത് പരിപാടി നിങ്ങൾ സംഘടിപ്പിച്ചാലും സുന്നത്ത് ജമാഅത്തിന് വേണ്ടിയാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നതെങ്കിൽ നിങ്ങൾ ഈ കേരളക്കരയിൽ പറയേണ്ടത് സുന്നിസമാണ്. അല്ലാതെ മറുഭാഗത്തുള്ള പണ്ഡിതൻ അന്താരാഷ്ട്ര മീലാദ് സമ്മേളനം നടത്തുമ്പോൾ ആ സമ്മേളനത്തിനെ ആക്ഷേപിക്കാനും ആ സമ്മേളനത്തിന് കുറ്റപ്പെടുത്താനുമല്ല ശ്രമിക്കേണ്ടത്. അതുപോലെ തന്നെ സമ്മേളനങ്ങൾ സലാമത്ത് നഗറിൽ വെച്ച് നടത്തിയാലും ഞങ്ങൾക്ക് വിനയത്തോടെ പറയാനുള്ളത്, ഏത് സലാമത്ത് നഗറിൽ നിങ്ങളുടെ സമ്മേളനം നടന്നാലും ആ നഗറിലെല്ലാം കേൾക്കേണ്ടത് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറ്റം പറയുന്ന ശക്തികളുണ്ടല്ലോ, അവർക്കെതിരെയാണ് ശബ്ദിക്കേണ്ടത്. കണ്ടവരെ മുഴുവനും കുറ്റം പറയുന്ന ബഹുമാനപ്പെട്ട ജനറൽ സെക്രട്ടറി കേട്ടോളൂ. കാന്തപുരം ഉസ്താദ് കേരളക്കരയിൽ പള്ളി ഉണ്ടാക്കുന്നത് ബഹുമാനപ്പെട്ട ഉസ്താദ് അവർക്ക് ദഹിക്കുന്നില്ല. ഉസ്താദ് അവർ തന്നെ പറയട്ടെ. ആവശ്യമില്ലാത്ത സ്ഥലത്ത് പള്ളി അയച്ചാണെങ്കിൽ കൊടുക്കുന്നത് ആവശ്യമുള്ളതാണ്. എന്നിട്ടൊരു പേരും AP പള്ളി, അറബി പള്ളിയാണത്. ഇയാളത് വാങ്ങിക്കൊടുന്നതിന്റെ കമ്മീഷനും വാങ്ങിയത് മാത്രമേ ഉള്ളൂ. പേര് അറബി പള്ളി. സാധാരണ പേര് പറഞ്ഞതിന് പത്തൊരു ബന്ധം മതിയല്ലോ. നമ്മളിപ്പൊരു വൈക്ക് പോകുമ്പോൾ ഒരു കൊട വായ്പാങ്ങുകയാണെങ്കിൽ ഇന്റെ കുട എടുത്താളിന്ന് പറയും. കാര്യം ഓന്റെ കുടല്ല, എന്നാലും ശരി, അങ്ങനെ പറച്ചിലങ്ങനെ തന്നെ ഓന്റെ കുട എന്ന് പറയും. എന്നമാതിരി ഇയാൾ ഇതിന് ബന്ധം ഉണ്ടായതുകൊണ്ട് ഏപ്പിന്റെ പള്ളിയാന്ന് പറയും. പക്ഷെ ആ മിക്ക ഭാഗത്തുള്ള പള്ളികളും ആവശ്യമില്ലാത്ത സ്ഥലത്ത് മുസ്ലിമീങ്ങൾക്കുള്ള മഹല്ലത്തിൽ ഭിന്നിപ്പുണ്ടാക്കാൻ
ആണതൊക്കെ ശ്രമിച്ചത്. മഹാനായ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ, ആ ശിഹാബ് തങ്ങൾക്ക് കാന്തപുരം ഉസ്താദ് പണിതുയർത്തുന്ന പള്ളികളോട് അസൂയയില്ല, ഈ അഹമ്മദ് സാഹിബിനില്ല. മറിച്ച് ആർക്കാണ് അസൂയുള്ളത്? മറുഭാഗം സമസ്തക്കാർക്ക്. മറുഭാഗം സമസ്തയിലുള്ള ആളുകളോട് ചോദിക്കുന്നു, ഇന്ന് കേരളക്കരയിലല്ല ഇന്ത്യ രാജ്യത്തിന്റെ മണ്ണിൽ 1300-ലധികം വരുന്ന പള്ളികൾ പണിതുയർത്തിയ ഒരു പണ്ഡിതനെ കാണിക്കാൻ സാധിക്കുമെങ്കിൽ അത് അഭിവന്ദ്യനായ ഖമറുൽ ഉലമ കാന്തപുരം ഉസ്താദ് മാത്രമാണ്. കാന്തപുരം ഉസ്താദ് 1300-ലധികം വരുന്ന പള്ളികൾ ഇന്ത്യ രാജ്യത്തിന്റെ മണ്ണിൽ നിർമ്മിച്ചപ്പോൾ വിനയത്തോടെ ചോദിക്കട്ടെ, മറുഭാഗം സമസ്തക്കാര് ഒരു പള്ളിയുടെ കൈക്കോലൊന്ന് മാറ്റിവെക്കാനോ ഒരു മദ്രസയുടെ ഓടൊന്ന് മാറ്റിവെക്കാനോ സാധിക്കാത്തവർ എന്തിനാണ് കാന്തപുരം ഉസ്താദ് നിർമ്മിക്കുന്ന പള്ളികൾക്കെതിരെ ശബ്ദിക്കുന്നത്? പാണക്കാട് തങ്ങൾ ശബ്ദിച്ചിട്ടില്ലല്ലോ, ഈ അഹമ്മദ് ശബ്ദിച്ചിട്ടില്ലല്ലോ. പാണക്കാട് തങ്ങൾ കാന്തപുരം ഉസ്താദ് നിർമ്മിച്ച പള്ളി ഉദ്ഘാടനത്തിന് വന്നിട്ടില്ലേ? സുന്നി ഐക്യത്തിനു വേണ്ടിയും ഭിന്നിപ്പുകൾ തുടച്ചു നീക്കുന്നതിനു വേണ്ടിയും കഠിനമായി പരിശ്രമിക്കുകയും ഐക്യത്തിന്റെ കവാടങ്ങൾ തുറക്കാൻ സ്വന്തം നേതാക്കളെ പറഞ്ഞയക്കുകയും ചെയ്ത മർഹൂം പാണക്കാട് തങ്ങൾ. ഇല്ല, സുന്നി കൈരളിക്ക് പാണക്കാട് തങ്ങളെ മറക്കാൻ സാധ്യമല്ല. ഒരുമിക്കാൻ സാധിക്കുന്ന ഒരു വേദിയും പ്രിയപ്പെട്ട തങ്ങൾ ഒഴിവാക്കിയിട്ടില്ല. ഇത് മംഗലാപുരത്തിന്റെ ഹൃദയഭാഗത്ത് തലയുയർത്തി നിൽക്കുന്ന മസ്ജിദ് തഖ്വ, ഖമറുൽ ഉലമ കാന്തപുരം ഉസ്താദ് മുഖ്യ രക്ഷാധികാരിയായിട്ടുള്ള മംഗലാപുരം മസ്ജിദ് തഖ്വയുടെ ഉദ്ഘാടനത്തിന് കാന്തപുരം ഉസ്താദ് ക്ഷണിച്ചപ്പോൾ മടികൂടാതെ കടന്നുവന്നു. പാണക്കാട് തങ്ങളെന്ന ആ മാന്യതയുടെ പ്രതീകം, ആദർശ കൈരളിയുടെ ആത്മീയ നായകരായ താജുൽ ഉലമ ഉള്ളാൾ തങ്ങളും ഖമറുൽ ഉലമ കാന്തപുരം ഉസ്താദും മസ്ജിദ് തഖ്വയുടെ കവാടം തുറന്ന് ഉദ്ഘാടനം ചെയ്ത് മസ്ജിദ് തഖ്വ അല്ലാഹുവിനു വേണ്ടി സമർപ്പിച്ചു. 10,000 അണിനിരന്ന വിശാലമായ മസ്ജിദ് തഖ്വയിൽ നടന്ന പ്രഥമ ജമാഅത്തിന് ഇമാമായി നേതൃത്വം നൽകിയത് ആദരണീയരായ പാണക്കാട് തങ്ങളായിരുന്നു. തുടർന്ന് സമസ്തയുടെ സമന്നതരായ സാരഥികളുമായി സൗഹൃദം പങ്കുവച്ചു. ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ, ആ പാണക്കാട് തങ്ങൾക്ക് എന്തേ തിരിഞ്ഞില്ലേ? കാന്തപുരം മംഗലാപുരത്ത് നിർമ്മിച്ച പള്ളി അത് ആവശ്യമില്ലാത്തോടത്ത് നിർമ്മിച്ച പള്ളിയാണ്, അതുകൊണ്ട് ആ പള്ളിയുടെ ഉദ്ഘാടനത്തിന് പോകരുത് എന്നെന്തേ പാണക്കാട് തങ്ങൾക്ക് തിരിയാതിരുന്നത്? കഴിഞ്ഞില്ല. ഇക്കഴിഞ്ഞ മർക്കസിന്റെ മഹത്തായ സമ്മേളനം നടന്നപ്പോൾ മർക്കസിൽ നിന്ന് പുറത്തിറക്കിയ മർക്കസുൽ ഉലൂം എന്ന സുവനീർ, ഈ സുവനീറിലേക്കൊരു ലേഖനം വേണം, ഒരു അഭിമുഖം വേണമെന്ന് അഭിവന്ദ്യനായ പാണക്കാട് തങ്ങളുടെ അടുക്കൽ ചെന്ന് പറഞ്ഞപ്പോൾ സ്നേഹത്തോടുകൂടി ആ അഭിമുഖത്തിന് വന്ന വിദ്യാർത്ഥികളെ മുഴുവനും അടുത്തു നിർത്തിയിട്ട് പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ഇക്കഴിഞ്ഞ മർക്കസിന്റെ മഹത്തായ സമ്മേളനത്തിന് അഭിമുഖം നൽകി. എന്നിട്ടതാ പാണക്കാട് തങ്ങൾ പറയുന്നു, എനിക്കും കാന്തപുരത്തിനുമിടയിൽ പ്രശ്നങ്ങളില്ല, എനിക്കും കാന്തപുരത്തിനുമിടയിൽ പ്രശ്നങ്ങളില്ല. ഞാനും എപിയും തമ്മിൽ പലപ്പോഴും കാണാറുണ്ട്. ചാലിയത്ത് ബാബഹാജിയുടെ പരിപാടിക്ക് തന്നെ 2 തവണ എപി എന്നെ മകളുടെ കല്യാണത്തിന് ക്ഷണിച്ചിരുന്നു. ബാബഹാജി പറഞ്ഞു ഞാൻ തന്നെ പിടിച്ചുകൊണ്ടുവരാമെന്ന്. എനിക്ക് പോകാൻ പറ്റിയില്ല. ഞാൻ മകനെ അയച്ചു കൊടുത്തു. എപിയും ഞാനും ഈയിടെ പല പരിപാടിക്കും പങ്കെടുത്തു. കാനഞ്ചേരി പള്ളി, പിന്നെ മംഗലാപുരത്ത്. നല്ല കാര്യമല്ലേ? എനിക്കും കാന്തപുരത്തിനുമിടയിൽ
പ്രശ്നങ്ങളൊന്നുമില്ല. ആരാ പറഞ്ഞത്? മഹാനായ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ. പ്രിയപ്പെട്ടവരെ, മർക്കസുൽ ഉലൂമിന്റെ സുവനീറിൽ അഭിമുഖം നൽകിയപ്പോൾ മഹാനായ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ കാന്തപുരം ഉസ്താദിന്റെ കീഴിൽ പണിതുയർത്തിയ മംഗലാപുരം പള്ളി ഉദ്ഘാടനത്തിന് വന്നപ്പോൾ, കാനഞ്ചേരി പള്ളി ഉദ്ഘാടനത്തിന് വന്നപ്പോൾ പാണക്കാട് തങ്ങളെ പ്രേമിക്കുന്നവരാണ് മറുവിഭാഗം സമസ്തക്കാരെന്ന് പറയുന്നുണ്ടല്ലോ. ആ മറുഭാഗം സമസ്തക്കാര് പുറത്തിറക്കിയ സുന്നി അഫ്കാർ 2009 ജനുവരി 3 സുന്നി അഫ്കാറിൽ പാണക്കാട് തങ്ങൾക്കൊരു താക്കീത്. ആരാണ് താക്കീത് നൽകുന്നത്? മറുഭാഗം സമസ്തയുടെ ജനറൽ സെക്രട്ടറി. എന്താണ് സുന്നി അഫ്കാറിൽ പറയുന്നത്? 2009 ജൂൺ 3 സുന്നി അഫ്കാറിന്റെ 31ാമത്തെ പേജിൽ കാണാം, കുറച്ച് ലീഗ് നേതാക്കൾ ചിലത് മനസ്സിലാക്കണം. കുറച്ച് ലീഗ് നേതാക്കൾ ചിലത് മനസ്സിലാക്കണം. കാന്തപുരത്തിന്റെ പിന്നാലെ നടക്കുന്ന കുറച്ച് ലീഗുകാർ ചിലത് മനസ്സിലാക്കേണ്ടതുണ്ടെന്ന് സമസ്ത ജനറൽ സെക്രട്ടറി ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ ഉദ്ഘാടന പ്രഭാഷണത്തിൽ പറഞ്ഞു. ചില ലീഗ് നേതാക്കൾ എന്തിനാണ് കാന്തപുരത്തെ താങ്ങി നടക്കുന്നത്? ഞങ്ങൾക്ക് മനസ്സിലാകാത്തത് കൊണ്ട് ചോദിക്കുകയാണ്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളും അറിയണമല്ലോ. ചെറുശ്ശേരി ഉസ്താദ് പാണക്കാട് തങ്ങളോട് ചോദിക്കുകയാണ്, എന്തിനാ തങ്ങളെ നിങ്ങളിങ്ങനെ കാന്തപുരത്തിനെ താങ്ങി നടന്നത്? കാന്തപുരത്തിന്റെ പള്ളി ഉദ്ഘാടനത്തിൽ പോയത് എന്തിനാ പോയത്? ഞങ്ങൾക്കും പറഞ്ഞതാ. ഇനി നിങ്ങൾ കേൾക്കാൻ പോകുന്നത് ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താദിന്റെ മനോഹരമായ ഒരു ഫോൺ കോളാണ്. എന്താണ് ഫോൺ കോൾ എന്നല്ലേ? പാണക്കാട് തങ്ങൾ മംഗലാപുരം പള്ളി ഉദ്ഘാടനത്തിന് പോയി, ഈ അഹമ്മദ് സാഹിബ് പോയി. അങ്ങനെ മംഗലാപുരം പള്ളി ഉദ്ഘാടനത്തിന് പോകുന്നതൊക്കെ കണ്ടപ്പോൾ ചെറുശ്ശേരി ഉസ്താദിനെ അതാ കുറച്ച് ആളുകൾ, ഒരു മഹല്ലിന്റെ ഭാരവാഹികൾ ചെന്നിട്ട് വിളിക്കുന്നു, ഉസ്താദെ ഞങ്ങളുടെ നാട് ഐക്യത്തോടുകൂടി കഴിഞ്ഞു പോകുന്ന നാടാണ്, അതുകൊണ്ട് ആ നാട്ടിലൊരു പരിപാടി ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. കാന്തപുരം വിഭാഗത്തിന്റെ ഏതാനും മുസ്ലിയാക്കളും അതുപോലെ തന്നെ സമസ്തയുടെ നമ്മുടെ ആലിമീങ്ങളൊക്കെ പങ്കെടുക്കുന്ന ഒരു പരിപാടിയാണ്, അതുകൊണ്ട് ഉസ്താദ് അവർകൾ വരണമെന്ന് പറഞ്ഞു. അങ്ങനെ ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താദ് സമ്മതം കൊടുത്തു, നോട്ടീസ് അടിച്ചു, പോസ്റ്റർ അടിച്ചു, പരിപാടി പബ്ലിസിറ്റി ചെയ്തു. കാന്തപുരം വിഭാഗവും സമസ്തയുടെ EK വിഭാഗവും തമ്മിൽ ഒന്നിക്കുന്ന പരിപാടി കാണാൻ ആളുകളെല്ലാം ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുമ്പോൾ കാന്തപുരം വിഭാഗത്തിന്റെ ആളുകൾ മുഴുവനും സ്റ്റേജിലുണ്ട്. പക്ഷേ EK വിഭാഗത്തിന്റെ ഒരാളെയും സ്റ്റേജിൽ കാണുന്നില്ല. എന്തേ കാരണമെന്ന് അന്വേഷിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താദിനെ മഹല്ല് ജനറൽ സെക്രട്ടറി ആദ്യമായി ഫോൺ ചെയ്യുന്നു, ഉസ്താദെ എന്താ വരാത്തത്? അപ്പോൾ ഉസ്താദ് പറഞ്ഞു, കാന്തപുരം വിഭാഗത്തിന്റെ പരിപാടിയിൽ ഞങ്ങൾ പങ്കെടുക്കൂല. പിന്നെ തൊട്ടുപിറകെ ജോയിന്റ് സെക്രട്ടറി വിളിക്കുന്നു, ഉസ്താദെ എന്താ വരാത്തത്? അപ്പോൾ ചെറുശ്ശേരി ഉസ്താദ് പറയുകയാണ്, കാന്തപുരം വിഭാഗമുള്ള സ്റ്റേജിലുള്ള പരിപാടിക്കൊന്നും ഞങ്ങളെ കിട്ടൂല, സമസ്തയുടെ തീരുമാനം അങ്ങനെയാണ്. അല്ല ഉസ്താദെ, പാണക്കാട് തങ്ങൾ മംഗലാപുരം പള്ളി ഉദ്ഘാടനത്തിന് പോയല്ലോ, അതിന് പാണക്കാട് തങ്ങൾ സമസ്തയുടെ ആരാടോ? ആരാ പറയുന്നത്? മറുഭാഗം സമസ്തയുടെ ജനറൽ സെക്രട്ടറി. നിഷേധിക്കാൻ സാധ്യമാണോ? പ്രിയപ്പെട്ടവരെ നിങ്ങൾ കേട്ടോളൂ. ആരാണ് ഇത്? കരുവാങ്കലെന്ന ആരാ വിളിക്കുന്നത്? സെക്രട്ടറിയാണ് കരുവാങ്കലിന്റെ. നേരത്തെ വിളിച്ചല്ലേ? ഞാൻ ജോയിന്റ് സെക്രട്ടറിയാണ്. നമ്മളെ പ്രവർത്തകരനാണ് ഉസ്താദ്. ഇത് നേരത്തെ പറഞ്ഞ സെക്രട്ടറിയാണ്, അപ്പം ജോയിന്റ് സെക്രട്ടറി ആയി. അതല്ല, ഓനോട് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇപ്പൊ തിരിച്ചു വിളിച്ചത്. ഉസ്താദ് വരുമോ? ആദ്യം സെക്രട്ടറി വിളിച്ചിരുന്നു. എന്താ പറഞ്ഞത്? സിനിമ ഉള്ളതുകൊണ്ട് മുഞ്ചേരിയുള്ളതുകൊണ്ട് നിങ്ങൾ വരൂലെന്ന് പറഞ്ഞു. ഞങ്ങളൊക്കെ പാർട്ടിയല്ലേ, ഇവിടെ രണ്ടും കൂടി ഒന്നിച്ച് പോണ സ്ഥലമല്ല സാർ. ഇവിടെ രണ്ടും കൂടി ഒന്നിച്ച് പോണ സ്ഥലമായതുകൊണ്ടാണ് അങ്ങനെ പോയ സ്ഥലത്തേക്ക് അത് പാവലും ഉത്സവം ഇന്ന ഉത്സവം ഞാൻ ഒന്നിച്ച് പോകില്ല. നമ്മളെ കരിമഞ്ചേരി വിലക്കണ്ടില്ലാണ് ഓരോ വിഷുക്ക് വലുതാണെന്ന് ഞാൻ ഉണ്ടാവും പറഞ്ഞിട്ട് തെങ്ങൂരി ഉണ്ടായാണ്ടാവും ഞാൻ പറഞ്ഞു. ഈ ഭാഗത്തുപ്പെട്ട നേതാക്കന്മാർ ഞങ്ങളായിട്ട് കൂടുതൽ ചെയ്തതേ ഞങ്ങളുടെ സമസ്തയുടെ തീരുമാനം അങ്ങനെ അയ്യോ കേട്ടോ.
ഓൻ പറഞ്ഞോട് ഓൻ പറഞ്ഞ അവസാന ഞാൻ പറഞ്ഞോണ്ട് കേക്ക് സമസ്തകളെ തിരിഞ്ഞു പോയവരാണ് അവര്. ഞങ്ങൾ അവരെ നേതാക്കന്മാർ നമ്മൾ വിട്ടില്ല. എപ്പോൾ തിരിഞ്ഞു നമ്മളെന്തോട്ടരുടെ ഐക്യത്തിൽ പോണ സ്ഥലമായതുകൊണ്ടാണ് ഇവിടെ അങ്ങനെ ഉസ്താദിനെ കൊണ്ടുവരാന്നൊക്കെ തീരുമാനിച്ചത്. അതെ, ഞങ്ങൾ എന്താണോ സമസ്ത തീരുമാനത്തിനെതിരാണെങ്കിലോ സമസ്തന്റെ തീരുമാനം ഈ പറഞ്ഞ കേൾക്കാൻ കുട്ടികളാണ്. ഉസ്താദ് ഇവിടെ മംഗലാപുരം പരിപാടിക്കൊക്കെ പങ്കെടുത്തിട്ടുണ്ടോ? പാണക്കാട്ട് ആരും ഞാനും പങ്കെടുത്തിട്ടില്ല. സമസ്തന്റെ ആരും പങ്കെടുത്തിട്ടില്ല. ആരാ പങ്കെടുത്ത്? പാണക്കാട്ട് ഞങ്ങൾ പങ്കെടുത്തപ്പോഴേ പാണക്കാട് നമ്മൾ സമസ്തന്റെ ആളല്ലല്ലോ. അങ്ങനെ ഈ വളക്കി മനസ്സിലാക്കിയിട്ട് സമസ്തന്റെ ആളുകൾ പങ്കെടുക്കരുത് എന്നാണ് സമസ്ത ആക്കിയത്. ഒരു പാലക്കാട്ടെ ആസം പങ്കെടുത്ത ഭൂമിയിൽ എത്ര സ്ഥലത്ത് കൂടിയിട്ട് ആരെയും കൂടിയണോ? പാണക്കാട് എവിടെയും കൂടിയണോ? ഒരു മംഗലാപുരം തോല് കട്ട് കൂടിയിട്ടല്ലാണ്ടാ അയാൾ അറിയാതെ ഓലില്ലാത്ത ടൈം പറ്റൂല. ആ ദിവസം തന്നെ ഞങ്ങൾ കൂടൂല. ഞങ്ങൾ തീരുമാനം അങ്ങനെയാണ്. നിങ്ങൾ കേട്ടില്ലേ? ഇവിടെ നിന്നൊരു മാന്യദേഹം പറഞ്ഞു, പാണക്കാട് കുടുംബമാണ് സമസ്തയുടെ നേതൃത്വത്തിലെല്ലാം ഉള്ളതോ? ഞാൻ ചോദിക്കട്ടെ, മഹാനായ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ മംഗലാപുരം പള്ളി ഉദ്ഘാടനത്തിന് പോയപ്പോൾ പാണക്കാട് തങ്ങളെ സമസ്തയിൽ നിന്ന് പുറത്താക്കിയില്ലേ? ആ മഹാനായ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ മംഗലാപുരം പള്ളി ഉദ്ഘാടനത്തിന് പങ്കെടുത്തപ്പോൾ തങ്ങൾ കട്ടുപോയതാണ്. അപ്പോൾ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ അംഗീകരിക്കുന്നവരാണ് എന്ന് പറയുന്നത് വെറും വ്യാജമാണ്.